ബഹവോംബുവേഗാഹ നദീനാം സമുദ്രമേവാഭിമുഖാ ദ്രവന്തി. അതെങ്ങനെയാണ് ഈ ഒഴുകുന്നത്? സമുദ്രത്തിലേക്കാണ്. സമുദ്രത്തിലേക്ക് നദി ഒഴുകുന്നത് വെറും സ്വാഭാവികമാണ്. അതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല. പുറപ്പെട്ടത് എത്ര ഉയരമോ, ഇനി പ്രവേശിക്കാൻ പോണത് എത്ര താന്നിരിക്കണോ അതനുസരിച്ചാണ് അതിൻ്റെ വേഗതയും ചാട്ടവും കുതിപ്പും ഒക്കെ ഉണ്ടാവുക. ആ ഭൂമിയുടെ തലത്തിനെ അനുസരിച്ചാണ്. ഇപ്പോൾ ഗംഗാനദിയൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകി ഇങ്ങോട്ട് വരുന്ന സമയത്ത് സമതലത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം കിലോമീറ്ററുകളോളം ദൂരത്ത് നമുക്ക് കേൾക്കാം. മന്ദാകിനി, അളകനന്ദ, ഭാഗീരഥി ഒക്കെ ഒഴുകുന്ന ആ ശബ്ദം. അപ്പം അതെങ്ങനെയാണോ കൂലം കുത്തി ഇങ്ങനെ ഒഴുകി 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 പോകുന്നത്, അതേമാതിരി തഥാ തവാമീ നരലോകവീരാഹ വിശന്തി വക്ത്രാണ്യഭിവിജ്വലന്തി. അതുപോലെയാണ് കൃഷ്ണ ഞാൻ ദാ കാണുന്നു. എന്ത് കാണുന്നു? അങ്ങയുടെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന മുഖത്തിലേക്ക് ഈ നരവീരന്മാരും എല്ലാം തന്നെ കുതിച്ചു പാഞ്ഞു വരിക. അപ്പൊ സമുദ്രത്തിലേക്ക് ഒഴുകുന്ന നദിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസാമഞ്ജസ്യമോ അപ്രകൃതമോ ആയിട്ടൊന്ന് കാണാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു അസാംഗത്യമുണ്ടോ? അപ്പൊ ലോകത്തിൻ്റെ നിലനിൽപ്പിൽ യുദ്ധം എന്ന് പറയുന്നത് ഒരാവശ്യമാണ്. നമ്മൾ ഒഴിവാക്കാൻ പരിശ്രമിക്കാം, എല്ലാവരും നല്ലവരാണെങ്കിൽ. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പത്രത്തിലൂടെ കാണുന്നത് എന്താ? നമ്മുടെ അയൽരാജ്യം പോലും എവിടുന്നോ പുതിയ വെപ്പൺ, പുതിയ ആയുധം കൊണ്ടുവന്നിരിക്കുന്നു. അവരുടെ പടക്കോപ്പ് വർദ്ധിപ്പിക്കുന്നു. അടുത്ത പരിസരത്തുള്ളവർ കടന്നു കയറിയിരിക്കുന്നു. അവിടെ ക്യാമ്പ് സ്ഥാപിച്ചിരിക്കുന്നു. എന്താ? അവരവരുടെ ഭൂമിയിൽ ഇരുന്നാൽ പോരെ? ഇന്ത്യ രാജ്യത്തിൽപ്പെട്ട ഒരു തുണ്ട് ഭൂമി കിട്ടിയിട്ട് ആർക്കെന്താ ആവശ്യം? പ്രയോജനം എന്താ? എല്ലാവരും അവരവരുടെ പാട്ടിൽ ജീവിച്ചോട്ടെ, അതല്ലേ വേണ്ടത്. പക്ഷേ ചിലരുടെ മനസ്സ് അങ്ങനെയല്ല. അത് പറ്റില്ല. ഒരു ഒറ്റ ഹിറ്റ്ലർ എന്തൊക്കെ ചെയ്തു നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു നെപ്പോളിയൻ എന്തൊക്കെ ചെയ്തു? അദ്ദേഹത്തിന് സ്വയം തോന്നിയതാണ് എൻ്റെ രാജ്യം വികസിപ്പിക്കണം, ഞാൻ കൂടുതൽ വലിയ ചക്രവർത്തി ആവണമെന്ന്. ആ ഒരൊറ്റ തോന്നലിൻ്റെ പിന്നാലെ ഒരു രാജ്യത്തെ മുഴുവൻ അണിനിരത്തി ഗംഭീരമായിട്ട് കൊല്ലങ്ങളോളം നീണ്ടുപോയ യുദ്ധമാണ് അദ്ദേഹം ചെയ്തത്. 18 ദിവസമൊന്നുമല്ല, 18 മാസമല്ല, അതിലും കൂടുതലാണ്. അപ്പം ഇത് പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വഭാവമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ അവതാരമൂർത്തിയാണ്. മൃഗങ്ങൾ ഒരു പക്ഷേ അങ്ങനെ പുറപ്പെട്ടു എന്ന് വരില്ല. അവർ താത്കാലികമായ ചില ശത്രുതയും ആക്രമണവും ഒക്കെ കാണിക്കുന്നേ ഉള്ളൂ. ഇത് സംഘടിതമായി നല്ല ആസൂത്രണത്തോടുകൂടി ദീർഘകാലികമായി വ്യക്തമായ ലക്ഷ്യങ്ങളോടും ഉദ്ദേശങ്ങളോടും കൂടി പടപൊരുതി തൻ്റെ സാമ്രാജ്യം വലുതാക്കുക. നമ്മുടെ ചരിത്രം എന്താ? സാധാരണ നേതാവ് എന്നുള്ള വാക്കിനർത്ഥം നയിക്കുന്നവനാണ്. അപ്പോൾ ഒരു നേതാവ് ഉണ്ടെങ്കിൽ ആ ആൾ നയിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ വേണം. അപ്പം നേതൃത്വത്തിന് ഉള്ളടങ്ങുന്ന ഒരർത്ഥം എന്താ? ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഒരു നേതാവ് എന്നേ അർത്ഥമുള്ളൂ. അടുത്ത കാലത്ത് സുപ്രീം കോർട്ട് മന്ത്രിമാരെ പറ്റിയും അവരുടെ നടപടിയെപ്പറ്റിയും സ്കാമിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ പറയുണ്ടായി, നമുക്ക് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്നൊന്നില്ലേ എന്ന്. എന്താ ഈ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി? സംയുക്തമായിട്ടാണല്ലോ ഇവിടെ ഭരണാധികാരം എല്ലാവരിലും കൊടുത്തിട്ടുള്ളത്. വകുപ്പ് മന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും ആ പ്രധാനമന്ത്രി ഒന്നിനെ നയിക്കുന്ന ആളാണ്. അപ്പോൾ ആ നയിക്കപ്പെടുന്നവരിൽ എല്ലാവരും ഭാഗഭാക്കുകളാവണം. അങ്ങനെ ഒരു കൂട്ടായ്മയോടുകൂടി വേണം തീരുമാനമെടുക്കാൻ. ആ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയില്ലേ നമ്മുടെ ഭരണത്തിൽ എന്ന് വരെ സുപ്രീം കോടതി ചോദിക്കുകയുണ്ടായി. നേരെ മറിച്ച് നമ്മളിവിടെ കാണുന്നത് എങ്ങനെയാണ്? ഈ അന്താരാഷ്ട്ര നേതാക്കന്മാരെല്ലാവരും ഒരൊറ്റ ആളുടെ മനസ്സിൽ തോന്നുന്ന ഇംഗിതമാണ് യൂറോപ്പ് മുഴുവൻ പിടിച്ചടക്കണം, ജർമ്മനിക്ക് ആധിപത്യം വേണം എല്ലാ സ്ഥലത്തും ഒരു വ്യക്തിക്ക് തോന്നിയതാ. അതോടുകൂടി എല്ലാവരും അങ്ങോട്ട് പങ്കുചേർന്നു. ഇങ്ങനത്തെ ആൾക്കാർ ലോകത്തിൽ ഉള്ളിടത്തോളം കാലം ഈ യുദ്ധം എങ്ങനെ ഒഴിവാക്കാമെന്നാണ് നിങ്ങൾ പറയുന്നത്? എങ്ങനെയാണ് ഇത് ഒഴിവാക്കാൻ പറ്റുക? യുദ്ധത്തിനുള്ള പ്രവണത മനുഷ്യ മനസ്സിൽ ഉള്ളിടത്തോളം കാലം കക്കണം എന്ന് തോന്നുന്ന കുറേ ആൾക്കാരുണ്ടെങ്കിൽ കള്ളന്മാരില്ലാതെ ഇരിക്കില്ല അവിടെ. പോലീസുകാരെ നമുക്ക് വേണ്ടാന്ന് വയ്ക്കാനും പറ്റില്ല. നമ്മുടെ ശരീരത്തിന് പുറമേ നിന്ന് ഭീഷണിയും ആക്രമണവും ഉണ്ടാവും എന്നുള്ള വസ്തുത എത്രത്തോളം കാലമുണ്ടോ നമ്മുടെ ഡിഫൻസ്, നമ്മുടെ പ്രതിരോധം ശക്തിപ്പെടുത്താതെ പറ്റില്ല. അപ്പോൾ ഇത് ലോകത്തിൻ്റെ വ്യവസ്ഥയാണ് എന്നുള്ളതാണ് കൃഷ്ണൻ കാണിച്ചു കൊടുക്കുന്നത്. അർജുനന് തോന്നുന്നത് സന്ദൃശ്യതേ ചൂർണിതൈരുത്തമാംഗൈ യഥാ നദീനാം ബഹവോംബുവേഗാഃ സമുദ്രമേവാഭിമുഖാ ദ്രവന്തി. എന്താ അതിനർത്ഥം? പുഴ ഒഴുകി സമുദ്രത്തിൽ പോകുന്നത് പോലെ മാത്രമേ ഈ യുദ്ധത്തിനെ കുറിച്ച് അർജുന നിനക്ക് ആലോചിക്കാനുള്ളൂ.
പർവ്വതത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദികൾ ഒഴുകി ഒഴുകി അവസാനം സമുദ്രതലത്തിൽ ചെന്ന് പ്രവേശിക്കുന്നത് എത്രത്തോളം സമഞ്ജസമാണോ, ഹാർമോണിയസ് ആണോ, സംഗതമാണോ, അതേപോലെ സംഗതമാണ് ഈ മഹാഭാരത യുദ്ധവും എന്നാണ് അർജുനന് തോന്നുന്നത്. തഥാ തവാമീ നരലോകവീരാഃ വിശന്തി വക്ത്രാണ്യഭിവിജ്വലന്തി. അങ്ങനെയാണ് ആ വിശ്വരൂപത്തിൻ്റെ വക്ത്രത്തിലേക്ക് ഈ ആൾക്കാർ മുഴുവൻ ചെന്ന് കടക്കുന്നത്. യഥാ പ്രദീപ്തം ജ്വലനം പതംഗ വിശന്തി നാശായ സമൃദ്ധവേഗാഃ തഥൈവ നാശായ വിശന്തി ലോകാഃ തവാപി വക്ത്രാണി സമൃദ്ധവേഗാഃ. ഒരു ഭാഗത്ത് ഉദാഹരണം പറഞ്ഞത് പർവ്വതശിഖരങ്ങളിൽ നിന്ന് ഒഴുകുന്ന നദി സമുദ്രത്തിലേക്ക് പോകുന്നത് പോലെ സമഞ്ജസമായിട്ടാണ് ഈ യുദ്ധം എന്ന് പറയുന്ന വിശേഷ പരിണാമം, വിശേഷ സംരംഭവും നടക്കാൻ പോകുന്നത്. പിന്നെ ഒരു ഭാഗത്തോ പ്രദീപ്തം ജ്വലനം പതംഗ വിശന്തി നാശായ സമൃദ്ധവേഗാഃ. ഒരു പുഴ ഒഴുകുന്നത് കൊണ്ട് ഒരു നാശമുണ്ടായി എന്ന് പറഞ്ഞുകൂടാ. ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരമുള്ള പുഴകൾ ഉള്ളത് കൊണ്ടാണ് ജനങ്ങൾ പലയിടത്തുമായി പാർക്കാനും അവർക്ക് വെള്ളവും സൗകര്യങ്ങളും കൊല്ലം മുഴുവനും കിട്ടുന്നത്. നമുക്ക് ചെറിയ ചെറിയ പുഴകളേ ഉള്ളൂ, ഒഴുകണമില്ല എന്ന് വെച്ചാൽ വെള്ളം എങ്ങനെയാണ് ഒരു സ്ഥലത്തിലുള്ളവർക്ക് എല്ലാ സ്ഥലത്തും ഉള്ളവർക്ക് കിട്ടുക? ഇപ്പോഴും എല്ലാ സ്ഥലത്തും ഉള്ളവർക്ക് വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വിതരണം. ആ വിതരണത്തിന് വെള്ളത്തിന് ഒഴുകാനേ പറ്റുള്ളൂ, പറക്കാൻ പറ്റില്ല. അപ്പോൾ ആ വെള്ളം ഒഴുകുന്നത് ഒരാവശ്യമാണ്. അത് എത്രത്തോളം നീണ്ട് ഒഴുകുന്നുവോ അത്രത്തോളം ജനങ്ങൾക്ക് അവിടെ വന്ന് പാർത്ത് ആ വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യാം, കുളിക്കാം, കുടിക്കാം, എല്ലാം ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ മറുരൂപം എന്താ? വലിയ അഗ്നി അങ്ങോട്ട് ജ്വലിക്കുമ്പോൾ ഈയാമ്പാറ്റകൾ കൂട്ടായി വന്ന് ആ അഗ്നിയിൽ പ്രവേശിക്കുന്നത്. ഈയാമ്പാറ്റയുടെ സ്വഭാവം, നമ്മളാരെങ്കിലും ഈയാമ്പാറ്റേ ഇതാ അവിടെ അഗ്നി ഉണ്ടോ, നിങ്ങളെല്ലാവരും കൂടി പോകുമെന്ന് നമ്മൾ പറഞ്ഞിട്ടാണോ അവർ പോകുന്നത്? അല്ലല്ലോ. ആ ഈയാമ്പാറ്റയ്ക്ക് ഒരു പ്രകൃതവിശേഷമുണ്ട്. ആ പ്രകൃതവിശേഷത്തോടു കൂടി അവിടെ ചെന്ന് അഗ്നിയിൽ അങ്ങോട്ട് ദഹിച്ചു പോവാണ്. വിശന്തി നാശായ സമൃദ്ധവേഗാഃ തഥൈവ നാശായ വിശന്തി ലോകാഃ തവാപി വക്ത്രാണി സമൃദ്ധവേഗാഃ. അർജുനന് തോന്നി അതേമാതിരിയാണ് ഈ മഹാഭാരത യുദ്ധം നടക്കാൻ പോകുന്നത്. ഇത് ഞാൻ ആവശ്യപ്പെട്ടുണ്ടാവുന്നതോ എന്നാൽ മാത്രം നടത്തപ്പെടുന്നതോ എൻ്റെ തീരുമാനത്താൽ നടക്കലും നടക്കാതിരിക്കലും സംഭവിക്കുന്നതുമല്ല. ഞാനിതിൽ കാണുന്നത് വിശേഷമായിരിക്കുന്ന ഒരു പ്രകൃതി ഗതിയാണിതിൽ കാണുന്നത്. അപ്പം ഈ യുദ്ധം നടക്കുന്നതും അതുപോലെയാണ്. ലേലിഹ്യസേഗ്രസമാനസമന്താൻ ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഃ തേജോഭിരാഭൂര്യ ജഗത് സമഗ്രം ഭാസസ്തവോഗ്രാഃ പ്രതപന്തി വിഷ്ണു. ആ നിഷ്ഠുരമായിരിക്കുന്ന മഹാഭാരത യുദ്ധം ഒരു ഭാഗത്ത്, സ്വന്തം പിതാമഹനെയും ഗുരുവിനെയും ആചാര്യന്മാരെയും സ്വജനങ്ങളെയും എല്ലാം വധിക്കേണ്ടി വരുന്നത് ഒരു തരത്തിലുള്ള നിഷ്ഠുരതയാണ്. പക്ഷേ അതും ഈ ലോകത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? സഹോദരങ്ങൾ ശത്രുക്കളായി തീർന്നാൽ ഞങ്ങൾ ശത്രുക്കളായിട്ടേ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ ശഠിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന പറയണത്? ആ ശത്രുതയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു സംഹാരം അവിടെ ഉണ്ടാവണം. ചെറിയ കുട്ടി പ്രഹ്ലാദനെ ചൊല്ലി ഹിരണ്യകശിപു എന്തു ചെയ്തു? അത്യന്തം ശത്രുവായി തീർന്നു. തൻ്റെ അരക്കെട്ടിൽ നിന്ന് ജനിച്ച കുട്ടിയുടെ നേരെ വാൾ ഉയർത്തി കഴുത്ത് വെട്ടാനാ ചെന്നത്. അപ്പം ആ പിതൃവാത്സല്യത്തിൻ്റെ സ്ഥാനത്തിൽ ശത്രുഭാവം കൈക്കൊണ്ട് നിന്നു. ആ കുട്ടിക്കാണെങ്കിലോ ഒരു തെറ്റുമില്ല. അപ്പം എന്തു വന്നു? നരസിംഹമായി പ്രത്യക്ഷപ്പെടേണ്ടി വന്നു. ആ ഹിരണ്യകശിപുവിൻ്റെ വയറും മാറും ഒക്കെ പിളർന്ന് കൊടൽമാലയെടുത്ത് രക്തപങ്കിലതയോടുകൂടി ചൂടി ആ സിംഹാസനത്തിലിരിക്കാൻ. അതാരാ വരുത്തി തീർത്തത്? ഹിരണ്യകശിപു. പ്രഹ്ലാദനല്ലല്ലോ വരുത്തി തീർത്തത്. തൻ്റെ മകനോട് ആരെങ്കിലും ഇങ്ങനെ നിഷ്ഠുരമായി പെരുമാറുമോ? ഇവിടെ സഹോദരന്മാർക്ക് എന്താ പറയണത് ദുര്യോധനൻ? സൂചിപ്പഴുതുപോലും ഞാൻ കൊടക്കില്ല ഈ ഭൂതലത്തിൽ നിന്നാണ്. അങ്ങനെ ഒരാളെ വെച്ചുകൊണ്ട് എങ്ങനെയിരിക്കും? എന്ത് ശക്തിയിലാണ് ദുര്യോധനൻ പറയണത്? മെയ്ബലത്തിൽ. തന്നെ സഹായിക്കാൻ കുറേ ആൾക്കാരുണ്ടല്ലോ. കർണനുണ്ട്, ശകുനിയുണ്ട്, പോരാത്തതിന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഭീഷ്മ, ദ്രോണ, കൃപ പ്രഭൃതികളുമുണ്ട് എന്നുള്ള ആ ഒരു ഹുങ്കിലല്ലേ ഈ പറയുന്നത്. അങ്ങനെ പറയുന്ന ആള് കൃഷ്ണനെ പോലെ ഒരാൾ ദൂത് പറഞ്ഞിട്ടും അത് മാറിയില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക അവിടെ? അപ്പോൾ ഞാൻ എന്തിനാ അത് പറഞ്ഞത്? ഇവിടുത്തെ വിശ്വരൂപത്തിൻ്റെ ഉദ്ദേശമൊന്ന് വേറെയാണ്.
എവിടത്തെ ദുര്യോധനന്റെ രാജ്യസഭയുണ്ടല്ലോ, ആ രാജ്യസഭയിൽ വന്ന് ദൂത് പറയുന്ന കൃഷ്ണൻ അവിടെ ഒരു വിധത്തിലുള്ള കോലാഹലവുമില്ലാതെ ആ ദുര്യോധനന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു സാന്ത്വനത സൃഷ്ടിച്ച് താൻ പുറപ്പെട്ടുല്ലോ ഒരു ഉദ്യമത്തിന്, ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറി സമാധാനമായിട്ട് പുറത്തു കിടക്കണം. ഇതാണ് കൃഷ്ണന്റെ ആവശ്യം. അതിന് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം തന്നെ നോക്കിയാൽ ദുര്യോധന് താൻ വിചാരിച്ചതുപോലെയല്ല കൃഷ്ണൻ, ഒറ്റ ആളല്ല, ലോകം മുഴുവനുമുണ്ട് എന്നൊരു തോന്നൽ അങ്ങോട്ട് ഉണ്ടാക്കണം. ആ തോന്നൽ അങ്ങോട്ട് ഉണ്ടാക്കിയാണ് ചെയ്തത്. നമീലയന്തനേത്രാണി രാജാന ത്രസ്തചേതസഃ ഹൃദേ ദ്രോണം ച ഭീഷ്മം ച വിദുരം ച മഹാമതിം സഞ്ജയം ച മഹാഭാഗം ഋഷീംശ്ചൈവ തപോധനാൻ പ്രാദാത്തേഷാം സ ഭഗവാൻ ദിവ്യം ചക്ഷുർ ജനാർദ്ദനഃ. അവിടെ ദുര്യോധനൻ മാത്രമല്ല, പിന്നെയുമുണ്ട് കുറേ ആൾക്കാർ. അപ്പം ആ വിശ്വരൂപം നോക്കി കാണുന്നത് ഇതാണ് ദുര്യോധനന്. ഇത് ബാക്കിയുള്ളവർക്കും കണ്ടു ബോധിക്കണം. ഞാനും ദുര്യോധനും മാത്രമായിട്ടുള്ള വ്യവഹാരമായാൽ പോരാ, പിന്നെയുള്ളവർക്കും ഇത് കാണണമല്ലോ. നമീലയന്തനേത്രാണി രാജാനഃ ത്രസ്ത ചേതസഃ. ഇതങ്ങോട്ട് കണ്ടപ്പോൾ അവിടെ വന്നുകൂടിയിട്ടുള്ള രാജാക്കന്മാർ മുഴുവനും നമീലിയന്തനേത്രാണി, അവരുടെ കണ്ണുകൾ അങ്ങോട്ട് അടച്ചു അത്രേ. അയ്യോ, നോക്കാൻ വയ്യ. ഇടിമിന്നൽ സാരല്ല, ക്രമത്തിലധികം പ്രകാശമായാൽ ആ പ്രകാശം കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, കണ്ണ് പൊട്ടിപ്പോവും. ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പൊരു നടന്ന സംഭവം എൻ്റെ പൂർവാശ്രമത്തിൽ അച്ഛൻ പറഞ്ഞത് പറയുണ്ടായി. അതിപ്പോൾ ഇത് പുതിയതായിട്ട് കേൾക്കുന്നവരുണ്ടാവുമല്ലോ, നിങ്ങൾ തന്നെ മറന്നിട്ടുണ്ടാവും. അതെന്താ? അത് നടന്നൊരു സംഭവമാണ്, നമ്മുടെ അച്ഛൻ പറഞ്ഞതാ. അപ്പം അച്ഛൻ സാധാരണ അനുഭവസിദ്ധി ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയാറില്ല, സിദ്ധമല്ലാത്തത് പറയാറില്ല. അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കൊച്ചി മഹാരാജാവും കൊച്ചി രാജ്യവും ആദ്യകാലം മുതൽക്ക് തന്നെയുള്ള ഒരു ചെറിയ രാജ്യമാണ്. ഇതിൽ നല്ല നല്ല രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട്. അതിൽ ഐതിഹാസികമായ ഭരണമായിരുന്നു ശക്തൻ തമ്പുരാൻ്റെ. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ രാജഭരണത്തിലുള്ള ആ നൈപുണ്യം ആ കുട്ടിക്ക് വളരെ കേമായിരുന്നു, കുട്ടിക്കാലത്ത് തന്നെ. അന്ന് സിംഹാസനത്തിലിരിക്കുന്ന രാജാവ് പലപ്പോഴും പറയുമത്രേ, ഉണ്ണി ഇത് സഹിക്കുവയ്യല്ലോ, അപ്പം എന്താ, എന്നെ അനുവദിച്ചാൽ ഞാൻ 24 മണിക്കൂറിനുള്ളിൽ എല്ലാം ശരിയാക്കി കളയാമെന്ന് പറഞ്ഞയച്ചിട്ടൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പം അതിൽ കൊച്ചി രാജ്യത്തിൽ നമ്മുടെ പഴയ കാലത്ത് വൈദികമൊക്കെ വളരെ ആവശ്യമാണല്ലോ. അപ്പോൾ കർക്കിടക മാസത്തിൽ കൂട്ടുഗണപതി ഹോമം എല്ലാ ദിവസവും നടത്തിക്കൊണ്ടിരുന്നു അത്രേ. മഹാരാജാവിൻ്റെ കോലോത്തിൽ നിന്ന് പൂർണ്ണത്രയീശൻ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് നടത്താറുള്ളത്. അപ്പോൾ ഈ കൂട്ടഗണപതി ഹോമം എന്ന് പറഞ്ഞാൽ 1008 നാളികേരമാണ്. ആ 1008 നാളികേരവും അത് പൊതിച്ച്, അത് ഉടച്ച്, അതിൻ്റെ ഉള്ളിലുള്ള ആ കഴുമ്പ് കീറി പിശാങ്കത്തി കൊണ്ടെടുത്ത് അത് ഹോമിക്കണം. ഇതാണ് ഈ 1008 നാളികേരം കൊണ്ടുള്ള കൂട്ടഗണപതി ഹോമം. അതിന് കാലത്തെ സമയം വളരെ പ്രധാനമാണ്. അപ്പോൾ കൂട്ടഗണപതി ഹോമം ഇങ്ങനെ നടക്കും. അപ്പോൾ അതെങ്ങനെയാണ് നടക്കണേ? പ്രധാനപ്പെട്ട തന്ത്രിയാണിത് ചെയ്യുക. ആ തന്ത്രിയുടെ കൂടെ പരികർമ്മികളുണ്ട്. അവരെല്ലാവരും വളരെ നേരത്തെ എണീറ്റ് ഈ നാളികേരമൊക്കെ പൊതിച്ച് കൊണ്ടുവന്നിട്ടുണ്ടാവും. അത് ഉടച്ച് പൂണ്ട് അവിടെയൊക്കെ തയ്യാറാക്കി റെഡിയായിട്ട് വയ്ക്കും. ഈ തന്ത്രി തിരുമേനി അവിടെ അങ്ങോട്ട് വരുമത്രേ. വന്നു കഴിഞ്ഞ് എല്ലാം തയ്യാറായിട്ടുണ്ടല്ലോ, അവിടെ അഗ്നികുണ്ഡത്തിൽ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നികുണ്ഡത്തിൻ്റെ അവിടെ നിന്ന് കൈകൊണ്ട് ഇങ്ങനെ 3 തവണ വാരി ഹോമിക്കും. 3ാമത്തെ തവണ ഹോമിച്ചു കഴിഞ്ഞാൽ കൂടെയുള്ളവരോട് പറയത്രേ, എടുത്തങ്ങോട്ട് ചരിക്കുമെന്ന്. അപ്പോൾ വലിയ ഉരുളിയിലോ ചരക്കിലോ ഒക്കെയാണ് വെച്ചിട്ടുണ്ടാവുക. അവരെടുത്തങ്ങോട്ട് ചരിച്ചങ്ങോട്ട് ഇടുമത്രേ. ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ വർത്തമാനം കുറേശ്ശെയായിട്ട് പുറത്തേക്ക് വന്നു. എന്താ പുറത്തേക്ക് വന്നേ? നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് രാജകോലോകത്തിൽ നിന്ന് 1008 നാളികേരം കൊണ്ടുള്ള ഒരു ഹോമം നടത്തുന്നുണ്ട് അവിടെ. ആ ഹോമം നടത്തുന്നത് അവിടെ ഞങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് എന്താ? തന്ത്രി തിരുമേനി ഓടി ഇങ്ങോട്ട് വരും. പേരിനൊരു കുളിയും കഴിച്ചിട്ടുണ്ടാവും, അല്പം ഭസ്മം ഉണ്ടാവും, ഒരു പൂണോലും ഉണ്ട്. അദ്ദേഹം വന്ന് കാണിക്കുന്നത് എന്താ? 1008 നാളികേരത്തിൻ്റെ കഷ്ണങ്ങൾ മുഴുവൻ അവിടെ ഉണ്ട്. അതിങ്ങനെ കൈകൊണ്ട് എടുത്തൊരു 3 തവണ എടുത്തിട്ടാൽ പിന്നെ ബാക്കിയുള്ളവരോടാ പറയണേ, എടുത്തങ്ങോട്ട് ചരിക്കൂന്ന്. അവരെടുത്താൽ ചരിച്ചു. ഇങ്ങനെയാണോ സാധാരണ ഹോമം നടത്തുക? ഇത് പെട്ടെന്ന് ചരിക്കാനുള്ളതാ. ഇതിന് മന്ത്രമില്ലേ, തന്ത്രമില്ലേ, ഇതൊന്നും അവിടെ കാണുന്നില്ല.
ഒന്നിലധികം ആൾക്കാർ നോക്കി ഇതിങ്ങനെ തന്നെയാണെന്ന് ബോധ്യപ്പെട്ടു. ദിവസേന നടത്തുകയാണല്ലോ. വർത്തമാനം രാജാവിൻ്റെ അടുത്ത് ചെന്നു. അപ്പം രാജാവിനും കുറച്ചൊരു മനപ്രയാസമുണ്ടായി. എന്നാൽ ചെയ്യുന്നത് ബ്രാഹ്മണരാ, താനാണെങ്കിൽ ക്ഷത്രിയനാ. അപ്പോൾ ബ്രാഹ്മണരെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളതാണ് ക്ഷത്രിയന്മാരുടെ, ബ്രഹ്മണ്യന്മാരാണ് അവരുടെ ചുമതലയാണ്. അപ്പം ഇനി എന്താ വഴി? എന്നാൽ ഞാൻ തന്നെ ഒന്ന് നോക്കിക്കളയാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ദിവസം നേരത്തെ എണീറ്റു. കുളിയൊക്കെ കഴിച്ച് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ആരും കാണാത്തൊരു സ്ഥലത്ത് ഒളിഞ്ഞ തൂണിൻ്റെ മറവിലിരുന്നു. ആരും അറിയില്ല. പറഞ്ഞതുപോലെ തന്ത്രി വന്നു. തന്ത്രി വന്ന 3 കൈകൊണ്ട് എടുത്തങ്ങോട്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ചിരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ കേട്ടത് മുഴുവൻ ശരിയാ. അപ്പം രാജാവ് പുറത്തു വന്ന് ചോദിച്ചു അത്രേ, തിരുമേനി, ഇത് എത്ര പണമാണ് നമ്മളിതിന് ചിലവാക്കുന്നത്? ഇത് പ്രജകളുടെ പണമാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത്. അങ്ങ് ഇവിടെ കാണിക്കണത് എന്താ? 3 കൈ അങ്ങോട്ട് എടുത്തിട്ടു, ബാക്കിയുള്ളത് ഒന്നിച്ചങ്ങോട്ട് ചരിക്കാൻ പറഞ്ഞു. ഇതിങ്ങനെ ഒന്നിച്ചാണോ ചരിക്കുക? ആ 3 കൈ ഇട്ടതുപോലെ കൈ കൊണ്ട് മന്ത്രവും തന്ത്രവും ഒക്കെ ആയിട്ട് കുറേശ്ശെയായിട്ട് ഹോമിക്കേണ്ടതല്ലേ ഇത്? അദ്ദേഹം അങ്ങെന്താ ഇങ്ങനെ ചെയ്യണത്? എനിക്കിത് കണ്ടിട്ട് വലിയ വിഷമമുണ്ടല്ലോ. ഈ വർത്തമാനം എന്നോട് പറഞ്ഞു തുടങ്ങിയിട്ട് കുറേ നാളായി. ഞാൻ അവസാനം ഒന്ന് നോക്കിക്കളയാം എന്ന് വിചാരിച്ചു വന്നതാ. അപ്പം എനിക്ക് പ്രത്യക്ഷമായി കണ്ടു. തന്ത്രി ഒന്ന് ചിരിച്ചു അത്രേ. അങ്ങനെയാ? ഒരു കാര്യം ചെയ്യൂ, അങ്ങ് വലത്തെ കൈകൊണ്ട് എൻ്റെ തോളത്ത് തൊടൂ, ഇടത്തെ കൈകൊണ്ട് ഇടത്തെ കണ്ണ് പൊത്തിക്കോളൂ. വലത്തെ കൈകൊണ്ട് എന്നെ തൊടുക, ഇടത്തെ കൈകൊണ്ട് ഇടത്തെ കണ്ണ് പൊത്തുക. എന്നിട്ട് വലത്തെ കണ്ണുകൊണ്ട് ഹോമകുണ്ടത്തിലേക്ക് ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി അത്രേ. രാജാവ് ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അയ്യപ്പോ ഒരാന ഇങ്ങനെ തുറന്ന് ഈ ഇടുന്നത് മുഴുവൻ അങ്ങോട്ട് തിന്നുകയാണത്രേ. ആ ആനയുടെ നിറം, അതിനാ ഞാനിത് മുഴുവൻ പറഞ്ഞത്. നമീലയന്തനേത്രാണി രാജാനഃ ത്രസ്തചേതസഃ ഹൃദേ ദ്രോണം ച ഭീഷ്മം ച വിദുരം ച മഹാമതിം. ആ കൃഷ്ണഗാത്രത്തിൽ ഉണ്ടായിരുന്ന ആ ജ്വലനമുണ്ടല്ലോ, അതിൻ്റെ ശക്തി സഹിക്കാൻ പറ്റില്ല. ബാക്കിയുള്ളവർക്ക് ആ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അവർ പെട്ടെന്ന് കണ്ണടച്ചു. കണ്ണടയ്ക്കാതെ ഇരുന്നവരാരാ? ദ്രോണൻ, ഭീഷ്മൻ, വിദുരൻ, ഇവരെല്ലാവരും. സഞ്ജയൻ, കുറച്ച് മഹർഷിമാരും തപോധനന്മാരും ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ കണ്ണടച്ചു. ആ പ്രഭ, ആ ജ്വലനം, അത് നമുക്ക് കാണാൻ പറ്റില്ല, അത്രയ്ക്ക് ജ്വലിക്കുകയാണ്. കവിഞ്ഞ പ്രകാശം കണ്ടാൽ കണ്ണിൻ്റെ വെളിച്ചം പോവും. ഞാൻ ഈ ടാറ്റാ സ്റ്റീലിൽ ഫാക്ടറിയൊക്കെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയവർ പറയുകയാണ്, സ്റ്റീൽ മെൽറ്റിംഗ് ഷോപ്പിൽ ആ വാതിലൊന്ന് തുറക്കുമ്പോൾ സ്വാമിജി അങ്ങോട്ട് നോക്കരുത് കേട്ടോ, വെറും കണ്ണോടുകൂടി കണ്ണെന്നെ പോയി കളയുമെന്ന് പറയും. അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് കണ്ടു കേട്ടോ. എന്നിട്ട് എന്നോട് ചോദിച്ചു കണ്ണിന് എന്ത് പറ്റിയെന്ന്. ഒന്നും പറ്റിയില്ല. എന്താണാവോ, ഞാൻ നോക്കിയെന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അവർക്കൊക്കെ അതിന് പ്രത്യേക ക്ലാസ് ഉണ്ട്. എന്തിനു പറയണു? ഈ രാജാവ് തുറന്ന് കണ്ടു, ആ കണ്ട കണ്ണിൻ്റെ പ്രകാശം പോയി, മറ്റേ കണ്ണ് മാത്രമേ പിന്നെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളൂ. കാക്കൽ വീണ് നമസ്കരിച്ച് മടങ്ങിപ്പോന്നു അത്രേ. ഇത് നടന്ന സംഭവമാണ് കൊച്ചിയിൽ. നിങ്ങൾക്ക് അന്വേഷിക്കാൻ ആരെങ്കിലും ഉണ്ടാവും പറഞ്ഞുതരാൻ. എനിക്കിപ്പോൾ ഒരു 80 വയസ്സായി. ഞാനിത് കേൾക്കുന്ന സമയത്ത് എൻ്റെ അച്ഛന് 50-60 വയസ്സായിട്ടുണ്ടാവും. അത് കഴിഞ്ഞപ്പോൾ കുറേ കാലമായി. അപ്പം ആ കാലത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 150-200 കൊല്ലത്തിനുള്ളിൽ നടന്നതാവണത്. നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കോളൂ, ചില രേഖകളൊക്കെ ഉണ്ടായി എന്നൊക്കെ വരാം. അപ്പം ഈ പറയുന്നതൊന്നും തെറ്റാണെന്ന് ഒരൊറ്റ ആളും വിചാരിക്കരുത്. ഇതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട് പ്രായോഗികമായിരിക്കുന്ന സത്യങ്ങളും വശങ്ങളും. നമീലയന്തനേത്രാണി രാജാനസ്ത്രസ്തചേതസഃ ഹൃദേ ദ്രോണം ച ഭീഷ്മം ച വിദുരം ച മഹാമതിം സഞ്ജയം ച മഹാഭാഗം ഋഷീംശ്ചൈവ തപോധനാൻ പ്രാദാത് തേഷാം സ ഭഗവാൻ ദിവ്യം ചക്ഷുർ ജനാർദ്ദനഃ. കണ്ണടച്ചവരൊക്കെ അടച്ചോട്ടെ, അവരൊന്നും ഇത് കാണണ്ട. ഇത് കാണാൻ ഭാഗ്യമുള്ളവർ ചിലരുണ്ട്. ഇതിപ്പോൾ ദുര്യോധനൻ കാണുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൃഷ്ണൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി അവിടെ ഒരു കശപശയില്ലാതെ ആ രംഗം അങ്ങോട്ട് സമാധാനമായിട്ട് നീങ്ങിപ്പോണം. ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുന്നത് അവർക്ക് ജന്മസാഫല്യമാണ്. അപ്പം അവർക്ക് വേണ്ടി മാത്രം കൃഷ്ണൻ ദിവ്യ ദർശനം കൊടുത്തു അത്രേ. തദ്ദൃഷ്ട്വാ മഹദാശ്ചര്യം മാധവസ്യ സഭാതലേ ദേവദുന്ദുഭയോ നേതുഃ പുഷ്പവർഷം പപാത ച. തദ്ദൃഷ്ട്വാ മഹദാശ്ചര്യം
മാധവസ്യ സഭാതലേ. ആ സഭാതലത്തിലാണ് നിൽക്കുന്നത് ആര്? മാധവൻ, കൃഷ്ണൻ. തദ്ദൃഷ്ട്വാ മഹദാശ്ചര്യം. ആ കണ്ടത് ഊഹിക്കാൻ പോലും പറ്റാത്തത്, സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്തൊരാശ്ചര്യമാണ്. അതങ്ങോട്ട് കണ്ടതോടുകൂടി അതിൻ്റെ ദിവ്യത്വം, അതിൻ്റെ അസാധാരണത്വം, ആ സുലഭത്വം തെളിയിക്കാൻ വേണ്ടി ദേവദുന്ദുഭയോനേതുഹു പുഷ്പവർഷം പപാതജ. ദേവവാദ്യങ്ങളായിരിക്കുന്ന ദുന്ദുഭികളൊക്കെ കണ്ടമാനം മുഴക്കി മുകളിൽ നിന്ന് പുഷ്പങ്ങൾ, ഭൂമിയിലുണ്ടായ ചെടികളിലെ പുഷ്പങ്ങളല്ല, ആകാശകുസുമങ്ങളാണ് അവിടെ അങ്ങോട്ട് ധാരാളം വന്നങ്ങോട്ട് വീണത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാം, ഈ ഭൂമി എവിടുന്ന് ഉദിച്ചു ഉണർന്നുവോ അല്ലെങ്കിൽ വീണുവോ, സൂര്യചന്ദ്രാദി ഗോളങ്ങൾ എവിടുന്നാണോ ഉത്പത്തിയായത്, അതേ സ്ഥാനത്തിൽ നിന്ന്, ആ ഉറവിടത്തിൽ നിന്നാണ് ഇതിന് സമ്മതപത്രം വർഷിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി. ധൃതരാഷ്ട്രൻ അത് കണ്ടിട്ട് പറയുകയാണ്, ത്വമേവ പുണ്ടരീകാക്ഷ സർവസ്യ ജഗതോ ഹിതഃ തസ്മാത് ത്വം യാദവശ്രേഷ്ഠ പ്രസാദം കർത്തുമർഹസി. ത്വമേവ പുണ്ടരീകാക്ഷ സർവസ്യ ജഗതോ ഹിതഃ തസ്മാത് ത്വം യാദവശ്രേഷ്ഠ പ്രസാദം കർത്തുമർഹസി. ധൃതരാഷ്ട്രന് സ്വതവേ കണ്ണു കാണില്ലല്ലോ. അപ്പം അവിടെ നടക്കണ വർത്തമാനം അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നില്ല. എന്നാലും എന്തോ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയാനുള്ള ആൾക്കാരുണ്ടാവും. എന്തോ അവിടെ നടക്കുന്നുണ്ട്, ഇങ്ങനെ വിശ്വരൂപമാണ് ഇവിടെ കാണുന്നത്, ഇങ്ങനെ വിശേഷപ്പെട്ട ഒരു രൂപമാണ് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ത്വമേവ പുണ്ടരീകാക്ഷ സർവസ്യ ജഗതോ ഹിതഃ തസ്മാത് ത്വം യാദവശ്രേഷ്ഠ പ്രസാദം കർത്തുമർഹസി. ധൃതരാഷ്ട്രന്റെ മനസ്സിൽ നിന്ന് വരുന്ന സ്തുതിയാണ്. ത്വമേവ ഹേ പുണ്ടരീകാക്ഷ സർവസ്യ ജഗതോ ഹിതഃ. പുണ്ടരീകാക്ഷ, അങ്ങ് സർവ്വജഗത്തിനും ഹിതകാരിയാണ്. അങ്ങയിൽ നിന്ന് ഒരു തെറ്റും ഒരു തകരാറും ലോകത്തിന് സംഭവിക്കില്ല. എല്ലാവർക്കും ഹിതൈഷിയാണ്, ഹിതകാരിയാണ്. തസ്മാത് ത്വം യാദവശ്രേഷ്ഠ പ്രസാദം കർത്തുമർഹസി. അങ്ങനെ എല്ലാവരുടെയും ഹിതമിച്ഛിക്കുന്ന അങ്ങയോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് അങ്ങയുടെ ഈ രൂപം കാണാനുള്ള കണ്ണു തരണം, കാഴ്ച തരണമെന്നാണ്. ഭഗവൻ മമ നേത്രാണാം അന്തർധാനം വൃണേ പുനഃ ഭവന്തം ദ്രഷ്ടുമിച്ഛാമി നാന്യം ദ്രഷ്ടും ഇഹോത്സഹേ. ഞാൻ കണ്ണില്ലാതെ ഇന്നേ വരെ കഴിഞ്ഞു. എനിക്ക് ദൃഷ്ടിയില്ല, സൂര്യരശ്മി വെളിച്ചം എൻ്റെ കണ്ണിൽ തട്ടിയിട്ടില്ല, ഒരു വിരോധവും എനിക്കില്ല. പക്ഷേ ഇപ്പം സ്ഥിതി അതല്ല. എൻ്റെ മകനെ ചൊല്ലി അങ്ങ് വിശ്വരൂപം പ്രദർശിപ്പിക്കുകയാണ്. ആ വിശ്വരൂപ ദർശനം കാണാൻ എനിക്ക് വല്ലാത്ത മോഹണ്ടേ. കാര്യം അത് ഉണ്ടായതിനുള്ള കാരണം എൻ്റെ ദുഷ്ടബുദ്ധിയായ ദുര്യോധനാണ്. അവൻ്റെ തെറ്റായ സമീപനവും ഉദ്ദേശവും ഇംഗിതവുമാണ് ഇതിന് കാരണമെന്നുണ്ടെങ്കിലും ഈ വിശ്വരൂപം അങ്ങേ ഞാൻ എപ്പോഴും ഒരു സുഹൃത്തായി, ഹിതൈഷിയായിട്ടേ കണ്ടിട്ടുള്ളൂ. ഞാനിത് എൻ്റെ മകനെ നല്ലോണം പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ കൂട്ടാക്കുന്ന പ്രകൃതക്കാരനല്ല. എന്തോ ആവട്ടെ, എനിക്ക് പറയാനുള്ളത് തസ്മാത് ത്വം യാദവശ്രേഷ്ഠ പ്രസാദം കർത്തുമർഹസി ഭഗവൻ മമ നേത്രാണാം അന്തർധാനം വൃണേ പുനഃ ഭവന്തം ദ്രഷ്ടുമിച്ഛാമി നാന്യം ദ്രഷ്ടുമിഹോത്സഹേ. വേറെ എനിക്കൊരു കടുക് പോലും കാണണം എന്നുള്ള ആശയില്ല. പക്ഷെ അങ്ങയുടെ ഈ രൂപം എനിക്ക് കാണണമെന്നുണ്ട്. ജന്മനാ അന്ധനാണല്ലോ ഞാൻ. അപ്പോൾ എനിക്ക് ഇതാണ് ഒരു വരം ചോദിക്കാനുള്ളത്, എനിക്ക് കാണാനുള്ള കണ്ണ് തരണേ എന്ന്. എനിക്ക് പിന്നീട് ഇത് കണ്ടതിന് ശേഷം പഴയ മാതിരി എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടോട്ടെ, ഞാൻ എപ്പോഴേക്കും വേണ്ടി കണ്ണ് കാണണം എന്ന് പറയുന്നില്ല. അങ്ങയുടെ ഈ രൂപം കാണാൻ വേണ്ടി ഭവന്തം ദ്രഷ്ടുമിച്ഛാമി നാന്യം ദ്രഷ്ടുമിഹോത്സഹേ. ഇത് വിട്ട് ഒരു സാധനവും കാണണ്ട. അതുകൊണ്ട് ഇതിനു വേണ്ടി കണ്ണ് തന്ന് പിന്നീട് എനിക്ക് അന്ധത്വം മുമ്പിലത്തെ പോലെ ഉണ്ടായിക്കോട്ടെ. തതോ ബ്രവീൻ മഹാബാഹു ധൃതരാഷ്ട്രം ജനാർദ്ദനഃ അദൃശ്യമാനേ നേത്രേ ദ്വേ ഭവേതാം കുരുനന്ദന. ഈ ശ്ലോകങ്ങളൊക്കെ ഗണേശന് പോലും ആലോചിക്കേണ്ടി വന്നിട്ടുണ്ടാവും അർത്ഥമുണ്ടാക്കാൻ. പദങ്ങൾ മുഴുവനായിട്ടില്ല, ക്രിയാപദങ്ങൾ വേണ്ടതുപോലെ ഇല്ല, അന്വയം എടുക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയുള്ള ശ്ലോകങ്ങളാണ്. തതോ അബ്രവീൻ മഹാബാഹു ധൃതരാഷ്ട്രം ജനാർദ്ദനഃ. മഹാബാഹുവായിരിക്കുന്ന ജനാർദ്ദനൻ ധൃതരാഷ്ട്രനെ നോക്കി അപ്പോൾ പറഞ്ഞു അത്രേ, എന്ത്? അദൃശ്യമാനേ നേത്രേ ദ്വേ ഭവേതാം കുരുനന്ദന. അങ്ങയ്ക്ക് കണ്ണ് കാണുക എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങയെ കണ്ടാൽ എല്ലാവർക്കും അറിയാം അന്ധനാണെന്ന് ഒരു തരത്തിൽ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവത്തക്ക വിധത്തിലുള്ള ദർശനം അങ്ങയ്ക്ക് കിട്ടില്ല.
അദൃശ്യമാനേ നേത്രേ ദ്വേ, ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റാത്തതായ 2 നേത്രം തത്കാലത്തേക്ക് വേണ്ടി അങ്ങയ്ക്ക് ഉണ്ടാവട്ടെ. ഞാൻ ഈ കാണിക്കുന്ന വിശ്വരൂപം, ദുര്യോധനന് പ്രത്യക്ഷപ്പെടുന്ന വിശ്വരൂപം അങ്ങ് വേണ്ടതുപോലെ കാണണം. ആ അപേക്ഷ സ്വീകരിച്ചു. അതുകൊണ്ട് മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്തത് അദൃശ്യമായിരിക്കുന്ന 2 കണ്ണ് അങ്ങയ്ക്കുണ്ടാവട്ടെ. തത്രാദ്ഭുതം മഹാരാജ ധൃതരാഷ്ട്രസ്യ ചക്ഷുഷി ലബ്ധവാൻ വാസുദേവാച്ച വിശ്വരൂപതിദൃക്ഷയ. കൃഷ്ണനിൽ പ്രത്യക്ഷപ്പെട്ട വിശ്വരൂപം കാണണം എന്നുള്ള ആശയ്ക്ക് വിധേയമായി, ആ ആശ കൊണ്ട് തത്ര അദ്ഭുതം മഹാരാജ ധൃതരാഷ്ട്രസ്യ ചക്ഷുഷീ ലബ്ധവാൻ, അദ്ദേഹത്തിന് 2 കണ്ണിനും വെളിച്ചവും തെളിച്ചവും ഉണ്ടായിത്രേ. വാസുദേവാച്ച, വാസുദേവന്റെ പ്രസാദം കൊണ്ട്, കൃഷ്ണന്റെ പ്രസാദം അനുഗ്രഹം കൊണ്ട്. ലബ്ധചക്ഷുഷമാസീനം ധൃതരാഷ്ട്രം നരാധിപാഃ വിസ്മിത ഋഷിഭിഃ സാർദ്ധം തുഷ്ടുവുഃ മധുസൂദനം. ലബ്ധചക്ഷുഷമാസീനം ധൃതരാഷ്ട്രം നരാധിപാഃ. എന്ത്? ഇക്കണ്ട കാലം ജന്മനാ അന്ധനായിരിക്കുന്ന മഹാരാജാവിന് പെട്ടെന്ന് ഇതാ കണ്ണു തെളിഞ്ഞുവല്ലോ ഈ കൃഷ്ണനെ കാണാനായിട്ട്. അവർക്ക് വളരെ അത്ഭുതം തോന്നിയത്രേ. ലബ്ധചക്ഷുഷമാസീനം ധൃതരാഷ്ട്രം നരാധിപാഃ. ആ കണ്ണോടുകൂടി അത് ഭംഗിയായി കണ്ട് ഇങ്ങനെ നുണഞ്ഞുകൊണ്ടും നുകർന്നുകൊണ്ടും രസിച്ചുകൊണ്ടും ഇരിക്കുന്ന ധൃതരാഷ്ട്രനെ കണ്ട് വിസ്മിതാ ഋഷിഭിഃ സാർദ്ധം, എല്ലാവർക്കും അത്യത്ഭുതം അത്യത്ഭുതം, അഹോ 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 എന്നെല്ലാവരും പറഞ്ഞു അത്ഭുതത്തോടുകൂടി. തുഷ്ടുവർ മധുസൂദനം, മഹർഷിമാരടക്കം എല്ലാവരും കൃഷ്ണനെ സ്തുതിച്ചു. എന്താ അവിടെ നടക്കാൻ പുറപ്പെടുന്നത്? ദുര്യോധനന് കൃഷ്ണനെ കെട്ടണം. കൃഷ്ണൻ എല്ലാവരെയും കെട്ടാൻ സമർത്ഥന. ഞാൻ എന്നാൽ അത് ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടോ കെട്ടുകയാണെങ്കിൽ നിനക്ക് പറ്റുമോ എന്ന് ഇതാ നോക്കിക്കോ എന്നാണ് കാണിച്ചു കൊടുത്തത്. ഇതാണ് അവിടെ നടന്ന സംഭവം. ചചാലചമഹീ കൃഷ്ണ സാഗരശ്ചാപി ചുക്ഷുഭേ വിസ്മയം പരമം ജഗ്മുഹു പാർത്ഥിവാഃ ഭരതഋഷഭഃ. ആ വിശ്വരൂപ ദർശനത്തോടുകൂടി എല്ലാവർക്കും ആ ഒരേപോലെ തോന്നണ്ടേ, ഈ ബന്ധനം സാധ്യമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഒരാളല്ല ഈ കൃഷ്ണൻ എന്ന് മനസ്സിലാവാൻ വേണ്ടി ചചാലചമഹീ കൃഷ്ണ. ഈ ഭൂമി മുഴുവനും ഇളകിയത്രേ ഒട്ടാകെ. സാധാരണ ഈ ഭൂമി അതിവേഗത്തിലാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ചുറ്റുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. എന്താ? അതിൻ്റെ ചുറ്റലോടുകൂടി താരതമ്യപ്പെടുത്താനുള്ള ഒരു ദൃഷ്ടി നമുക്കില്ലാത്തതിൻ്റെ പേരിൽ. ആ സമയത്ത് ഈ ഭൂമി കുലുക്കം പോരെ, ഭൂമി അങ്ങോട്ട് ചലിച്ചു അത്രേ. സാഗരശ്ചാപി ചുക്ഷുഭേ. ആ ഭൂമിയുടെ മുകളിൽ 3/4 ഭാഗം ഭൂമി സമുദ്രമാണല്ലോ. ആ സമുദ്രം മുഴുവനും ഇളകി അങ്ങോട്ട് മറിഞ്ഞു, സുനാമി പോലെ. വിസ്മയം പരമം ജഗ്മുഹു പാർത്ഥിവാഃ ഭരതഋഷഭ. കൃഷ്ണൻ പറയണതൊക്കെ കേട്ട് മനസ്സുകൊണ്ട് സമ്മതമാണെങ്കിലും ഒരു വാക്ക് പോലും ദുര്യോധനെ എതിർത്ത് പറയാൻ, കൃഷ്ണനെ അനുകൂലിച്ച് പറയാൻ പറ്റാതെ എല്ലാവരും എണീറ്റ് ദുര്യോധനന്റെ കൂടെ പോയില്ലോ. അവരെല്ലാവരും വിസ്മയം പരമം ജഗ്മുഹു പാർത്ഥിവ ഭരതഋഷഭ. ആ രാജാക്കന്മാർക്ക് മുഴുവനും അത്യത്ഭുതവും വിസ്മയവുമായത്രേ. ദുര്യോധനന്റെ ശ്രമം അതോടുകൂടി തീർന്നു. പിന്നെ ഒന്നും മിണ്ടിയില്ല. കെട്ടാൻ പുറപ്പെട്ട ദുര്യോധനൻ ഇതൊക്കെയാണ് കണ്ടത്. അതോടുകൂടി അവസാനിച്ചു. കൃഷ്ണൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. പറയാനുള്ളതൊക്കെ പറഞ്ഞു. കെട്ടാൻ പുറപ്പെട്ടപ്പോൾ തനിക്ക് എന്നെ കെട്ടാൻ പറ്റില്ല, ഞാൻ എല്ലാവരെയും കെട്ടും എന്ന് മുന്നറിയിപ്പ് നൽകി. ദുര്യോധനൻ അത് കൂട്ടാക്കാതെ പുറപ്പെട്ടപ്പോൾ കെട്ടിക്കോളൂ എന്ന് പറഞ്ഞ് ആകാശം തൊടാവുന്ന ഒരു രൂപമായി നിന്ന് എല്ലാം അവിടെ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ ദുര്യോധനന് കെട്ടാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ആ രംഗം അങ്ങോട്ട് അവസാനിച്ചു. തതസ്സ പുരുഷവ്യാഘ്രഃ സഞ്ജഹാര ബഭുസ്വകം താം ദിവ്യാം അദ്ഭുതാം ചിത്രാം ഋദ്ധിമത്താമരിന്ദമഃ. തതസ്സ പുരുഷവ്യാഘ്രഃ സഞ്ജഹാര ബഭുസ്വകം. കാര്യം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് വേണം? ആ സ്വരൂപം അവിടെ കാണാതെയായി പിൻവലിച്ചു. താം ദിവ്യാം അദ്ഭുതാം ചിത്രാം ഋദ്ധിമത്താമരിന്ദമഃ. ആ കണ്ടതെന്താ? അതിവിചിത്രമായിരിക്കുന്ന ഐശ്വര്യം, എല്ലാ വിധത്തിലുള്ള ഈശ്വരീയതയും നിറഞ്ഞിരിക്കുന്ന ഒരു രൂപം. അതാണ് ദർശനത്തിന് വന്നത്. ഇനി ഇതിലേറെ ഒരു ഐശ്വര്യം, ഒരു ഈശ്വരീയത, ഒരു ദിവ്യത്വം ഉണ്ടാവാനില്ല. അതാണ് അവിടെ നടന്നത്.
തതസ്സ പുരുഷവ്യാഗ്രഹ സഞ്ജഹാര. അതെങ്ങനെ ദുര്യോധനന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടുവോ അതേപോലെ അത് പിൻവലിച്ചു. താം ദിവ്യാം അദ്ഭുതാം ചിത്രാം ഋദ്ധിമത്താം അരിന്ദമഃ തതസ്സാത്യകിമാദായ പാണൗ ഹാർദിക്യമേവ ച ഋഷിഭിസ്തൈഃ അനുജ്ഞാതോ നിർയയൗ മധുസൂദനഃ. കാര്യം കഴിഞ്ഞു. ഇനി കൃഷ്ണൻ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്തു? തതഃ സാത്യകിമാദായ പാണൗ. സാത്വികയെ വിളിച്ചു, സാത്വികയുടെ കൈ പിടിച്ചു. നമ്മളൊക്കെ ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് ആണല്ലോ. പഴയ കാലത്ത് ഇങ്ങനെ കൈ കോർത്ത് പിടിച്ച് രണ്ടാൾ കൂടി നടക്കുക. ഒരാളുടെ ഇടത്തെ കൈയും മറ്റൊരാളുടെ വലത്തെ കൈയും ആയിട്ടാണ് ചേർക്കാൻ പറ്റുക. അതാണ് സൗകര്യം. അപ്പൊ സാത്വികയുടെ കൈ പിടിച്ചു. ഹാർദിക്യമേവച. കൃതവർമാവിൻ്റെ കൈയും. അവർ രണ്ടുപേരും സ്വകീയന്മാരാ. അവർ രണ്ടുപേരുടെയും കൈ പിടിച്ച ഋഷിഭിസ്തൈരനുജ്ഞാതോ നിർയയൗ മധുസൂദനഃ. എല്ലാ ഋഷിമാരും ഋഷിഭിശ്ച അനുജ്ഞാത, അവരോട് അനുജ്ഞ വാങ്ങി. നിർയയൗ മധുസൂദനഃ. കൃഷ്ണൻ അവിടുന്ന് പുറത്തേക്ക് അങ്ങോട്ട് പോയി. നോക്കൂ, മരുന്ന് പോലെയാണ്. എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളമാണ് കാര്യങ്ങൾ. അപ്പം ഇവിടെ കാണിച്ച വിശ്വരൂപത്തിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. ദുര്യോധനൻ കെട്ടാൻ പുറപ്പെട്ടതിൽ നിന്ന് സ്വയം പിൻവലിയണം, ലജ്ജിച്ച് പേടിച്ച്. അതങ്ങോട്ട് നടന്നു എന്ന് വന്നപ്പോൾ ഒരു സെക്കൻഡ് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. മഹർഷിമാർക്ക് കാര്യം മനസ്സിലായി. അവരൊക്കെ അനുജ്ഞ നൽകി, അവരോട് സമ്മതം വാങ്ങി, അനുഗ്രഹം വാങ്ങി കൃഷ്ണൻ പുറത്തേക്ക് അങ്ങോട്ട് കടന്നു. കൃഷ്ണൻ പോകുന്ന പോക്കിൽ ധൃതരാഷ്ട്രൻ തൻ്റെ മനസ്സിൻ്റെ അഭിപ്രായം പിന്നെയും കൃഷ്ണനോട് പറയണമെന്ന് തോന്നി. എന്താ കാര്യം? ആരെങ്കിലും ഒരാൾ തന്നെ വേണ്ടതുപോലെ മനസ്സിലാക്കുമെങ്കിൽ അത് കൃഷ്ണനാണ്. കൃഷ്ണനെ മനസ്സിലാക്കും വേണ്ടു, ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് വിട്ടുകളയാം. അപ്പം അദ്ദേഹം പറയാണ്, കുരൂണാം ശമമിച്ഛന്തം യതമാനം ച കേശവ വിദിത്വ ഏതാം അവസ്ഥാം മേ നാഭിശങ്കിതുമർഹസി. കൃഷ്ണൻ ഇവിടെ വന്നു, പറയാനുള്ളതൊക്കെ പറഞ്ഞു, കേൾക്കാനുള്ളവരൊക്കെ കേട്ടു, ഞങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും ഞങ്ങൾ വ്യക്തമാക്കി, നിർദ്ദേശങ്ങളും നൽകി. ഇതൊക്കെ കഴിഞ്ഞിട്ടും എൻ്റെ പറഞ്ഞാൽ കേൾക്കാത്ത തോന്നിവാസി ദുര്യോധനുണ്ടല്ലോ, അവനൊരു പൊടിക്ക് കൂട്ടാക്കുന്നില്ല. ഇതിൽ എൻ്റെ നിലപാട് അങ്ങയെങ്കിലും വേണ്ടതുപോലെ മനസ്സിലാക്കണം. കുരൂണാം ശമമിച്ഛന്തം യതമാനം ച കേശവ. എന്നെ നല്ല പോലെ അങ്ങ് മനസ്സിലാക്കണേ. എനിക്ക് ആവശ്യം കുരുക്കളെല്ലാവരും, കൗരവവംശജരെല്ലാവരും, കൗരവന്മാരെല്ലാവരും ശമത്തോടുകൂടി ശാന്തിയോടുകൂടി ഇരിക്കണമെന്നാണ്. ഇത് മനസ്സിലാക്കണം. വിദിത്വ ഏതാമവസ്ഥാം മേ നാഭിശങ്കിതുമർഹസി. അങ്ങ് പോകുന്ന പോക്കിൽ ധൃതരാഷ്ട്രനും കൂടി ദുര്യോധനന്റെ പങ്കിലാണ് എന്ന് വിചാരിച്ചു പോകരുതേ. എന്നെ ശങ്കിക്കരുത്, എന്നെ സംശയിക്കരുത്. ഞാൻ എല്ലാവരുടെയും ശാന്തിയാണ് ഇഷ്ടപ്പെടുന്നത്. ആദ്യമേ മുതൽക്ക് ഞാനത് പറഞ്ഞു വരുന്നു. ഇപ്പോഴും എൻ്റെ മകനോട് പറഞ്ഞു. എൻ്റെ ഭാര്യ ഗാന്ധാരിയെ കൊണ്ട് അവൻ്റെ അമ്മയെ കൊണ്ട് പറയിപ്പിച്ചു. ഇതൊക്കെ അങ്ങയുടെ മുൻപിൽ വന്ന് വെച്ച് നടന്നിട്ടുള്ള കാര്യമാണ്. എന്നിട്ടും ഞാൻ നേരെയാവില്ല, എന്നെ തല്ലണ്ട അമ്മാമ, ഞാൻ നേരെയാവില്ല എന്നുള്ളതാണ് അവൻ്റെ നിലപാട്. അപ്പം എന്നെ ഈ കാര്യത്തിൽ ഭാഗഭാക്കായി കണക്കാക്കുകയോ ശങ്കിക്കുകയോ ചെയ്യരുതേ എന്നെനിക്കൊരു അപേക്ഷയുണ്ട് എന്ന് ധൃതരാഷ്ട്രൻ പറയുക. കുരൂണാം ശമമിച്ഛന്തം യതമാനം ച കേശവ വിദിത്വൈതാമവസ്ഥാം മേ നാഭിശങ്കിതുമർഹസി. ന മേ പാപോസ്ത്യഭിപ്രായഃ പാണ്ഡവാൻ പ്രതി കേശവ ജ്ഞാതമേവ ഹിതം വാക്യം യന്മയോക്തഃ സുയോധനഃ. ന മേ പാപോസ്ത്യഭിപ്രായഃ പാണ്ഡവാൻ പ്രതി കേശവ. അല്ലേ കേശവ, പാണ്ഡവന്മാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരിക്കലും അവർ പാപികളാണെന്നൊരു തോന്നൽ എനിക്കില്ല. അവർ നല്ല മാർഗത്തിൽ ധർമ്മമനുസരിച്ച് സഞ്ചരിക്കുന്നവരാണ്. കേട് മുഴുവനും എൻ്റെ മക്കൾക്കാണ്. അപ്പം അവരെപ്പറ്റി ഞാൻ ഒരിക്കലും തെറ്റിദ്ധരിക്കണില്ല. പാണ്ഡവന്മാരെ കുറിച്ച് നമേ പാപോസ്ത്യഭിപ്രായ, എൻ്റെ അഭിപ്രായം ഒരിക്കലും മോശമില്ല. അവർ തെറ്റ് ചെയ്തു എന്ന് ഞാൻ പറയുന്നേ ഇല്ല. ജ്ഞാതമേവ ഹിതം വാക്യം യന്മയോക്തഃ സുയോധനഃ. എൻ്റെ പുത്രൻ സുയോധനൻ, ദുര്യോധനുണ്ടല്ലോ, അവനോട് ഞാൻ പലതവണയും പറഞ്ഞു. ആ പറഞ്ഞ വർത്തമാനം അങ്ങയുടെ മുൻപിൽ വെച്ചും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് എന്നെ തെറ്റിദ്ധരിക്കരുതേ. എത്ര തവണയായി എൻ്റെ മകനോട് ഞാൻ ഹിതവാക്യം പറഞ്ഞിരിക്കുന്നത്. അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കൂ, നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്
എന്നിട്ട് സന്തോഷത്തോടു കൂടി ഇരുകൂട്ടരും ഭൂമിയെ ഭരിക്കൂ ഭരിക്കൂ എന്ന് പലതവണ ഞാൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, ഭീഷ്മൻ പറഞ്ഞു, വിതുരൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞിട്ടും അവൻ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് അവൻ്റെ ഈ നയത്തിൽ ഞാൻ ഭാഗഭാക്കാണെന്ന് അങ്ങ് വിചാരിക്കരുതേ, എൻ്റെ ശരിയായിട്ടുള്ള നിലപാട് മനസ്സിലാക്കണേ എന്ന് പറയുകയാണ് ധൃതരാഷ്ട്രൻ. നമേ പാപോസ്ത്യഭിപ്രായ പാണ്ഡവാൻ പ്രതി കേശവ ജ്ഞാതമേവ ഹിതം വാക്യം യൻ മയോക്ത സുയോധന. ധൃതരാഷ്ട്രൻ കൃഷ്ണനോട് അവസാനമായി സംസാരിക്കുമ്പോൾ തൻ്റെ മകനെ എന്തെങ്കിലും തരത്തിൽ തിരുത്താനോ സ്വാധീനിക്കാനോ നല്ല മാർഗത്തിൽ കൊണ്ടുവരാനോ തനിക്ക് ഒരു തരത്തിലുള്ള ശക്തിയും ബലവും ഇല്ല എന്ന് വരെ പറയുന്നുണ്ട്. അത് വളരെ പ്രധാനമാണ് പറയുന്നത്. ഈ പറയുന്നത് ഞാൻ വെറുതെ പറയല്ല, അങ്ങേക്ക് അറിയാമല്ലോ, മുമ്പിൽ നടക്കുന്നതല്ലേ. ഞാൻ എത്ര പരിശ്രമിച്ചു, അമ്മ എത്ര പരിശ്രമിച്ചു പറയാണ്. യാവത് ബലം മേ പുത്രേഷു പശ്യസ്യേതജ്ജനാർദ്ദന പ്രത്യക്ഷം തേ ന കിഞ്ചിത് പരോക്ഷം ശത്രുകർശന. ഇവിടെ നടന്നതൊന്നും ഗോപ്യമായിട്ട് നടന്നിട്ടില്ല. ഞാൻ ഇരുന്നിടത്തു നിന്ന് എണീറ്റ് പോയിട്ടില്ല. അവിടെ എന്നോട് എന്തൊക്കെ പറഞ്ഞു, ഞാൻ എന്തൊക്കെ പറഞ്ഞു, ഗാന്ധാരി എന്തൊക്കെ പറഞ്ഞു, മുതിർന്നവരെന്തൊക്കെ പറഞ്ഞു, ഇതൊക്കെ അങ്ങേക്ക് അറിയാം. ഞങ്ങൾ ഇക്കണ്ടതൊക്കെ പറഞ്ഞതിന് ശേഷവും എൻ്റെ മകൻ അവൻ്റെ നിലപാടിൽ നിന്ന് സ്വല്പം പോലും കടുകട മാറണില്ല എന്ന് വന്നാൽ മനസ്സിലാവുന്നത് എന്താ? അവനെ സ്വാധീനിക്കാനുള്ള ഒരു ശക്തിയോ യോഗ്യതയോ എനിക്കില്ല. ഇത് അങ്ങക്ക് നേരിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്, മനസ്സിലായിട്ടുള്ളതാണ് എന്നുവരെ ധൃതരാഷ്ട്രൻ പറഞ്ഞാണ് നിർത്തിയത്. നിർത്തി കഴിഞ്ഞപ്പോൾ രംഗം വളരെ വ്യക്തമായി. തതോബ്രവീത് മഹാബാഹു ധൃതരാഷ്ട്രം ജനാർദ്ദന ദ്രോണം പിതാമഹം ഭീഷ്മം ക്ഷത്താരം ബാല്യകം കൃപം. തതഃ അബ്രവീത് മഹാബാഹു ധൃതരാഷ്ട്രം ജനാർദ്ദന. ഇത്രയും ധൃതരാഷ്ട്രൻ പറഞ്ഞു നിർത്തിയപ്പോൾ കൃഷ്ണൻ അതിനും ഒരു മറുപടി പറഞ്ഞിട്ട് വേണം ആ സ്ഥലത്തിൽ നിന്ന് പോവാൻ. ആ മറുപടിയാണ് ആ സമയത്ത് പറഞ്ഞു അത്രേ. ആര്? മഹാബാഹു, മഹാബാഹുവായിരിക്കുന്ന കൃഷ്ണൻ. ആരോടാ പറഞ്ഞത്? ധൃതരാഷ്ട്രം ദ്രോണം പിതാമഹം ഭീഷ്മം ക്ഷത്താരം ബാല്യകം കൃപം. ധൃതരാഷ്ട്രൻ അതിൽ ചെറുപ്പമായിട്ടുള്ള ആള്. ആ ധൃതരാഷ്ട്രൻ്റെ പക്ഷത്തിലുള്ള മുതിർന്ന എല്ലാവരോടും നോക്കിയിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു ഭാഗത്ത് ധൃതരാഷ്ട്രൻ, മറുഭാഗത്ത് ദ്രോണൻ, ഭീഷ്മനുണ്ട്, വിതുരനുണ്ട്, ബാല്യ രാജാവുണ്ട്, കൃപനുണ്ട്. എല്ലാവർക്കും വേണ്ടി പറഞ്ഞു അത്രേ. പ്രത്യക്ഷമേതദ്ഭവതാം യദ്വൃത്തം കുരു സംസദി യഥാച അശിഷ്ടവത് മന്ദോ രോഷാദ് അദ്യ സമുത്ഥിതഃ. യുധിഷ്ഠിരൻ പറഞ്ഞയച്ചിട്ടാണ് ഞാൻ വളരെ അഭിലാഷത്തോടുകൂടി നല്ല കാര്യം നടത്തുക. സഹോദരന്മാർ തമ്മിലുള്ള യുദ്ധം ഒരിക്കലും ശരിയല്ല, നശിക്കുകയുള്ളൂ, അതിൽ ഭരതവംശം മുഴുവനും ഉൾപ്പെടും എന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ തന്നെ ഇവിടെ വന്ന് പറഞ്ഞതാണ്. ആ പറഞ്ഞതിൽ ഞാൻ സംസാരിച്ചു, നിങ്ങളും സംസാരിച്ചു, ഗാന്ധാരിയും സംസാരിച്ചു, എല്ലാവരും സംസാരിച്ചതിന് ശേഷം ഇവിടെ നടന്ന കാര്യം നിങ്ങൾക്കറിയാം. പ്രത്യക്ഷമേതത് ഭവതാം യദ്വൃത്തം കുരു സംസദി. ഈ പ്രസിദ്ധമായിരിക്കുന്ന ഈ കുരു സദസ്സിൽ നടന്നു. എന്താ നടന്നത്? നിങ്ങൾക്കൊക്കെ അറിയാം, പ്രത്യക്ഷമാണ്, ആർക്കും അറിയാൻ പാടില്ലാത്തതല്ല. യഥാച അശിഷ്ടവത് മന്ദോ രോഷാത് അദ്യ സമുത്ഥിതഃ. ഞാനിവിടെ വന്നത് കാര്യങ്ങൾ നേരിട്ട് സംസാരിച്ച് ആശയം അന്യോന്യം വിനിമയം ചെയ്ത് ഒരു തീരുമാനത്തിലെത്തിയിട്ട് പോവാം എന്ന് പറഞ്ഞിട്ടാണ്. ആ തീരുമാനം ഇവിടെ ഉണ്ടായില്ല. മറിച്ച് ദുര്യോധനൻ എന്താ ചെയ്തത്? അശിഷ്ടവത് മന്ദഹ രോഷാത്. ഒരു ശിഷ്ടാചാരത്തിൻ്റെ കണിക പോലും നിങ്ങളുടെ മകൻ ദുര്യോധൻ്റെ കയ്യിലില്ല. മന്ദനാണ്. ആ ബുദ്ധിയിൽ നല്ലത് എത്ര പറഞ്ഞു കൊടുത്താലും കയറില്ല. അങ്ങനെ ഒരു മുരടനും മൂഢനും മന്ദനുമായിരിക്കുന്ന ആ ദുര്യോധനൻ ഉണ്ടല്ലോ, രോഷാത് അദ്യ സമുത്ഥിതഃ. വല്ലാതെ കോപിച്ച് സഹിക്കുവയ്യാതെ സർപ്പം ചീറ്റുന്നത് പോലെ ചീറ്റിക്കൊണ്ടാണ് ഈ സഭയിൽ നിന്ന് എല്ലാവരെയും അനാദരിച്ചുകൊണ്ട് എഴുന്നേറ്റൊരു പോക്കങ്ങോട്ട് പോയത്. സാധാരണ സദസ്സിലിരിക്കുന്നവർ അങ്ങനെയാണോ വേണ്ടത്? എന്ത് കാര്യം ചർച്ച ചെയ്യണമോ ചർച്ച ചെയ്യണം, എന്നിട്ടൊരു തീരുമാനമെത്തണം. ആ തീരുമാനത്തിൽ എല്ലാവരും യോജിച്ചോളണം എന്നില്ല, യോജിക്കാത്തവരും ഉണ്ടാവാം. ജഡ്ജിമാരുടെ ഇടയിലും ഭിന്നാഭിപ്രായക്കുറിപ്പ് എന്നൊന്നുണ്ട്. അതാണ് അപ്പോൾ നമ്മൾ ബഹുഭൂരിപക്ഷം അഭിപ്രായം, ഭൂരിപക്ഷം എന്താ എന്ന് പറയുന്നത്. ഭൂരിപക്ഷം ന്യായപക്ഷം ആയിക്കൊള്ളണമെന്നില്ല, പക്ഷേ ഭൂരിപക്ഷം കൊണ്ടാണ് ജനാധിപത്യത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഭൂരിപക്ഷം, ന്യൂനപക്ഷം, ന്യായപക്ഷം എന്നൊന്നുണ്ട്.
അതാണ് ഇവിടെ ശരിക്കും നടക്കുക. ആ ന്യായപക്ഷമാണ് നമ്മൾ കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പാർലമെൻറ്റ് വരെ ഒരു നിയമം പാസ്സാക്കി, ആ നിയമത്തിൽ ഒരു പഴുതുണ്ട്, അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഒരു പൗരൻ അത് പോയിൻ്റ് ഔട്ട് ചെയ്ത് അത് വ്യക്തമായി കാണിച്ച് സുപ്രീം കോടതി വരെ നമുക്ക് പോവാം. നമ്മുടെ പാർലമെൻറ്റിലുള്ള സാമാജികന്മാരെല്ലാവരും കൂടി ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കിയത് ഭരണഘടനാ വിരുദ്ധമാണ്, നിയമത്തിനെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അവർ പാസ്സാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് ഇത് അനുവദിക്കരുത്, ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു സൂട്ടും കൊണ്ട് നമുക്ക് പോവാം. അപ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്താ? യഥാച അശിഷ്ടവത് മന്ദോ രോഷാത് അദ്യ സമുത്ഥിത. ദുര്യോധനിൽ ഉണ്ടായതും പ്രത്യക്ഷപ്പെട്ടതും വെറും രോഷം മാത്രമാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അവിടുന്ന് എണീറ്റ് അങ്ങോട്ട് പോയി, ഒരു മറുപടിയും പറയാതെ. ഇത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഇനി ഞാനിവിടെ ഒരു മിനിറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ദൗത്യം കഴിഞ്ഞു. വദതി അനീശമാത്മാനം ധൃതരാഷ്ട്രോ മഹീപതി ആവൃച്ഛേ ഭവതഃ സർവാൻ ഗമിഷ്യാമി യുധിഷ്ഠിരം. എൻ്റെ ദൗത്യം അവസാനിച്ചു. ഞാൻ ഈ സദസ്സിൽ വന്നതെന്തോ ആ കാര്യങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നെല്ലാം നിർവഹിച്ചു. പക്ഷേ ഇതിൽ മറുപടി പറഞ്ഞ് സമ്മതിക്കേണ്ട ഒരാൾ ദുര്യോധനൻ കാണിച്ചത് കോപത്തോടുകൂടി എണീറ്റ് പോകലാണ്. ഇനി ആ മകനെ അടക്കാനുള്ള അച്ഛൻ എന്താ പറയണത് ഇവിടെ? അനീശമാത്മാനം ധൃതരാഷ്ട്രോ മഹീപതി വദതി. ധൃതരാഷ്ട്ര മഹാരാജാവ് പറയുന്നു, ഈ മകനെ ഒതുക്കാനോ അവൻ പറയുന്നതിന് മീതെ പോകാനോ ഒരു തീരുമാനമെടുക്കാനോ എന്നെക്കൊണ്ട് സാധിക്കില്ല. ഞാൻ പവർലെസ്സാണ്, ദുർബലനാണ്, ബലഹീനനാണ് എന്ന് അദ്ദേഹവും പറയുന്നു. ഇനി ഞാനിവിടെ എന്തിനു നിൽക്കണു? ഒരു സെക്കൻഡ് ഇവിടെ നിൽക്കണില്ല. നിങ്ങൾ ഓർമ്മ വയ്ക്കണം, ഈ കൃഷ്ണനെയാണ് ഭക്ഷണത്തിന് ക്ഷണിച്ചത്. അപ്പോൾ കൃഷ്ണൻ എന്തു പറഞ്ഞു? ഞാനൊരു ദൂതനാണ്, ആ ദൂതൻ വന്ന കാര്യം നടന്നിട്ട് എന്നെ സത്കരിച്ചാൽ വിരോധമില്ല, അത് നടക്കുന്നതിന് മുമ്പ് ഞാൻ ഭക്ഷണം കഴിക്കില്ല. സംപ്രീതി ഭോജ്യാന്നാനി ആപദ്ഭോജ്യാനി വാ പുനഃ നച സംപ്രീയസേ രാജൻ നചൈവ ആപദ്ഗതാവയം എന്നൊരു മാനദണ്ഡവും ഉണ്ടാക്കി പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ ഊണ് കഴിക്കുന്നതിൽ അങ്ങയ്ക്ക് സന്തോഷം വേണം, അത് അങ്ങയ്ക്കില്ല, ദുര്യോധനില്ല. ഇനി ഞാൻ ഗതി കെട്ടിട്ട് വിശപ്പ് സഹിക്കുക വയ്യാതെ എനിക്ക് ഊണ് കഴിക്കാം എവിടെയെങ്കിലും പോയിട്ട്, അങ്ങനെ ഒരു വിശപ്പും ഗതികേടും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ദാ പോണു വിതുരൻ്റെ അടുക്കിലേക്ക് എന്ന് പറഞ്ഞിട്ട് പോയി. ആ വിളിക്കുന്നതിൽ വല്ല അർത്ഥം ഉണ്ടായിരുന്നോ? ആ വിളിച്ച ആളാണ് ഇപ്പോൾ കൃഷ്ണനെ കെട്ടാൻ പുറപ്പെട്ടത്. ആ സത്കാരത്തിന് എന്താ അർത്ഥം? നിങ്ങൾ തന്നെ പറയൂ. അത് കൃഷ്ണൻ എങ്ങാനും സ്വീകരിച്ചിരുന്നെങ്കിൽ ദുര്യോധനേക്കാളും മൂഢനായനെ കൃഷ്ണൻ. അത് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മഹിമ. എല്ലാ സ്ഥലത്തും ഇങ്ങനെ മാനദണ്ഡങ്ങളാണ്, മൂല്യങ്ങളാണ് നമ്മുടെ ശാസ്ത്രം ഓതി തരുന്നത്. ഇവിടെ എന്താ അദ്ദേഹം പറഞ്ഞത്? മകനോ കോപിച്ചെണീറ്റ് പോയി, അച്ഛൻ പറയണു അവനെ അടക്കാൻ എനിക്ക് പറ്റൂല എന്ന്. അപ്പോൾ പിന്നെ ഇവിടെ നിന്നിട്ട് എന്ത് വേണം? ആ പൃച്ഛേ ഭവതഃ സർവാൻ ഗമിഷ്യാമി യുധിഷ്ഠിരം. ഞാൻ ദാ യുധിഷ്ഠിരൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോവാണ്. അതിന് നിങ്ങളെല്ലാവരും സമ്മതം മൂളണം, അനുജ്ഞ തരണം നിങ്ങളെല്ലാവരും. അവസാനം കൃഷ്ണൻ്റെ വാക്കാ. വദത്യനീശമാത്മാനം ധൃതരാഷ്ട്രോ മഹീപതി ആവൃച്ഛേ ഭവതഃ സർവാൻ ഗമിഷ്യാമി യുധിഷ്ഠിരം. കൃഷ്ണൻ അവിടുന്ന് പോയിട്ട് ആദ്യം ചെന്നത് എങ്ങടാ? കുന്തിയുടെ അടുക്കലിരിക്കാൻ. ഉപപ്ലവ്യം എന്ന് പറയുന്ന സ്ഥലം കുറേ ദൂരെയാണ്. ഇവിടെ നടന്ന വർത്തമാനം ആദ്യമായി പോയി പറഞ്ഞ് എന്തുണ്ടായി, ഇനി എന്താണ് സംഭാവ്യത എന്ന് അറിയിപ്പിക്കേണ്ടത് ആരെയാണ് അറിയിപ്പിക്കേണ്ടേ? കുന്തിയാണ് അവിടെ താമസിക്കുന്നത്, വിതുരനാണ് പരിരക്ഷിക്കുന്നത്. അപ്പോൾ കുന്തിയെ പോയി കണ്ട് ഈ സഭയിൽ നടന്നത് എന്താണ് പ്രതിഫലം അല്ലെങ്കിൽ ഫലം ഉണ്ടായത് എന്ന് അറിയിപ്പിക്കാൻ വേണ്ടി കുന്തിയുടെ അടുക്കലേക്ക് പോയി. അവിടെ ചെന്ന് നിഷ്ഫലമാണ് അമ്മായി, നമ്മുടെ ദൗത്യം നിഷ്ഫലമാണ് എന്ന് പറഞ്ഞു. സന്ധി ദൗത്യം പ്രയോജനപ്പെട്ടില്ല, ഒരു പ്രതികരണവും അതിന് കിട്ടിയില്ല. അവിടെ നടന്ന വിവരം ഇതൊക്കെയാണ്. ഇനി ഞാൻ യുധിഷ്ഠിരൻ്റെ അടുക്കലേക്ക് പോവാ, അതുകൊണ്ട് ഭവതിക്ക് എന്തെങ്കിലും എന്നോട്. ആദ്യം ഞാൻ കണ്ടത് സന്ധി സംസാരിക്കുന്നതിന് മുൻപാണ്. ഇപ്പോൾ സന്ധി സംസാരിച്ച് ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ടാണ് പോകണത്. ഈ സമയത്ത് മകനോട് എന്തെങ്കിലും പ്രത്യേകമായി പറയണുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞയക്കാം, ഞാൻ അതേമാതിരി അവരെ അറിയിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കുന്തിയെ കാണുന്നു. ഭഗവത്ഗീതയിലെ ആദ്യത്തെ ശ്ലോകം മഹാഭാരതത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരു ചൂണ്ടുപലകയാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഈ ചോദ്യം വളരെ പ്രസക്തമാണ്.
ധൃതരാഷ്ട്രനാണ് ഇത് ചോദിക്കുന്നത് സഞ്ജയനോട്. എപ്പോൾ ചോദിക്കണു, എന്തിനു ചോദിക്കണു എന്നുള്ളതൊക്കെ നാം പറഞ്ഞ് മനസ്സിലാക്കാം. അതവിടെ ഇരിക്കട്ടെ. ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് പൊടുന്നനെ ആ യുദ്ധഭൂമിയിൽ പൊട്ടിമുളച്ച ഒരു സന്ദേശമോ ഒരു തത്വമൂല്യ സിദ്ധാന്തമോ അല്ല എന്ന് ഞാൻ ആദ്യമേ പറയുണ്ടായി. നമ്മുടെ ഭാരതഭൂമിയിൽ വേദകാലം മുതൽക്കുള്ളതാണ് ഇവിടുത്തെ ധർമ്മചിന്ത, അധ്യാത്മചിന്ത, ദാർശനിക ചിന്ത. അന്ന് മുതൽക്ക് അത് കുറേശ്ശെയായി പുഷ്പിച്ച് ഫലിച്ച് പടർന്ന് പന്തലിച്ചിങ്ങനെ വളർന്നു വരികയാണ്. ആ വളർന്നു വരുന്നതോടുകൂടി ഇന്നിപ്പോൾ ജനസംഖ്യ എങ്ങനെയാ? പഴയ കാലത്തെ ജനസംഖ്യ പോലെയല്ല ഇന്നത്തെ ജനസംഖ്യ, വളരെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ എന്തെല്ലാം തത്വമൂല്യ സിദ്ധാന്തങ്ങളുണ്ടോ ആ സിദ്ധാന്തങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ മാറിയ പ്രകൃതമുള്ള മനുഷ്യർക്ക് അനുയോജ്യമായി പ്രായോഗികമായി ഫലപ്രദമായ തരത്തിൽ അതിനെ വർണ്ണിച്ചും വിവരിച്ചും പുഷ്ടിപ്പെടുത്തും കൊണ്ടുവരേണ്ടി വരും. അങ്ങനെയാണ് കാലത്തിനനുസരിച്ച് ധർമാർത്ഥ കാമമോക്ഷങ്ങൾ പ്രതിപാദിക്കാൻ വേണ്ടി ത്രേതായുഗത്തിൽ രാമായണം രചിച്ചത്. ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിലാണ് മഹാഭാരത രചന ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മഹാഭാരതം നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. 5100 ചില്ലാനം കൊല്ലം കഴിഞ്ഞു മഹാഭാരതം എഴുതിയിട്ട്. അപ്പോൾ ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു സംവാദമാണ്. ആ സംവാദം നടന്നത് എവിടെയാ? യുദ്ധഭൂമിയിലാണ്. മാത്രമോ യുദ്ധം ചെയ്യുന്നതിന് മുമ്പാണ്. ആ സംവാദം നടന്നിരുന്നില്ലെങ്കിൽ യുദ്ധമേ നടക്കുമായിരുന്നില്ല. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു സംവാദത്തിന് പ്രസക്തി? ആ മഹാഭാരത യുദ്ധം എങ്ങനെ ഉണ്ടായി? സാധാരണ യുദ്ധം ശത്രുക്കൾ തമ്മിലാണ്. മഹാഭാരത യുദ്ധമോ വെറും മിത്രങ്ങളല്ല, സ്വജനങ്ങൾ, രക്തബന്ധങ്ങൾ തമ്മിലാണ്. എല്ലാ ബന്ധങ്ങളെയും കവച്ചു വയ്ക്കുന്നതാണ് ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത്. ഞാനത് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളുമോ? നമുക്ക് ആദ്യമായി പിറക്കുന്നതോടുകൂടി രക്തബന്ധം ഉണ്ടാവുന്നു. പിറന്നു കഴിഞ്ഞ് വളർന്നാൽ കല്യാണം കഴിക്കുന്നതോടുകൂടി വിവാഹബന്ധം ഉണ്ടാവുന്നു. അതിൽ നിന്ന് പിന്നെ രക്തബന്ധമായി കുട്ടികൾ ജനിക്കുമ്പോൾ. ഇത് വിട്ട് നമുക്കൊരു ബന്ധമുള്ളത് സുഹൃത് ബന്ധമാണ്. ഇങ്ങനെ 3 കൂട്ടം കാര്യങ്ങളെക്കുറിച്ചാണ് സാധാരണ ജനങ്ങളെല്ലാവരും മനസ്സിലാക്കുക. എന്നാലോ നമ്മുടെ സംസ്കാരം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പൈതൃകം ഇതെല്ലാം കണക്കിലെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും മികച്ചത് ഗുരുശിഷ്യ ബന്ധമാണ്. നമുക്ക് 4 ആശ്രമങ്ങളുണ്ട്. ആ 4 ആശ്രമത്തിൽ അവസാനത്തെ ആശ്രമമാണ് സന്യാസം. ഭാഗവതത്തിൽ ഉദ്ധവനെ കൃഷ്ണൻ ഉപദേശിക്കുന്ന സമയത്ത് ഞാൻ വളരെ വ്യക്തമായി പറയുണ്ടായി, ആശ്രമങ്ങളിൽ വെച്ച് സന്യാസമാണ് ഞാൻ എന്ന് കൃഷ്ണൻ പറയുന്നു. അപ്പോൾ നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം, ഈ സന്യാസം എന്ന് പറയുന്നത് എല്ലാവർക്കും ജീവിതം സഫലമാകാനും സൗഭാഗ്യം പൂർണ്ണമാകാനും എല്ലാ വിധത്തിലുമുള്ള ആ പൂർണ്ണത, മികവ് വരാനും വേണ്ടിയിട്ടുള്ളതാണ് ഈ സന്യാസം. കാര്യം ഇന്നത്തെ കാലത്ത് സന്യാസം, ചിലരൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്തു, ചിലരൊക്കെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള വാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് കേട്ടത് കൊണ്ടൊന്നും സന്യാസത്തിൻ്റെ ഭദ്രതയ്ക്കോ സ്ഥാനത്തിനോ മഹിമയ്ക്കോ മേന്മയ്ക്കോ അതിന് സാഫല്യമണയ്ക്കാനുള്ള ശക്തിക്കോ ഭവ്യതയ്ക്കോ ഒരു കുറവും വരുന്നില്ല. പത്രത്തിലെങ്ങാനും ഒരു സന്യാസി അങ്ങോട്ട് പോയി, ഇനി ഒരു സന്യാസി ഇങ്ങോട്ട് പോയി, ആ ആളെ പിടിച്ച് ജയിലിലിട്ടു എന്നൊക്കെ കേട്ടത് കൊണ്ടൊന്നും നിങ്ങൾ പറയും സന്യാസം മുഴുവനും കളങ്കിതമായി. ആരാ ഈ സന്യസിക്കുന്നത്? ഗൃഹസ്ഥന്മാരായ നിങ്ങൾക്ക് ജനിച്ച കുട്ടികളാണ്. നിങ്ങൾക്ക് ജനിച്ച കുട്ടികളെ മുലയൂട്ടി നിങ്ങളാണ് വളർത്തുന്നത്. അപ്പം നിങ്ങൾ പകർന്നു കൊടുത്തിട്ടുള്ള മൂല്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആരും വളരുന്നത്, അവസാനം സന്യസിക്കുന്നത് ഉള്ള മഹിമയെ വർദ്ധിപ്പിക്കും എന്ന് ഞാൻ പറയാം. ഇല്ലാത്ത മഹിമയൊക്കെ സന്യാസം കൊണ്ടുവരാൻ പോകുന്നില്ല. പിഴച്ചവൻ പിഴച്ചിരിക്കും, ആ പിഴവ് മുൻപേ തിരുത്തണം. അപ്പോൾ പിഴയ്ക്കാത്ത കുട്ടികളെ പ്രസവിച്ച് വളർത്തി ഉണ്ടാക്കേണ്ട ചുമതലയും ദൗത്യവും ഗൃഹസ്ഥന്മാരായ നിങ്ങൾക്കാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സന്യാസി എന്തെങ്കിലും താളം തെറ്റി അല്ലെങ്കിൽ താഴത്ത് വീണു എന്നുണ്ടെങ്കിൽ ആരും കൈകൊട്ടിച്ചിരിക്കേണ്ട. അതുകൊണ്ട് സന്യാസിമാർക്കോ സന്യാസം എന്ന് പറയുന്ന ആശ്രമത്തിനോ അത് വിഭാവനം ചെയ്യുന്ന ലക്ഷ്യങ്ങൾക്കോ മൂല്യങ്ങൾക്കോ സിദ്ധാന്തങ്ങൾക്കോ കടുകിട ഗ്രഹണം പിടിക്കുന്നില്ല. എത്ര ഗ്രഹണങ്ങളാണ് ആകാശത്തിൽ ഉണ്ടായിരിക്കുന്നത്? ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും. ഇത് രണ്ടും കൊണ്ട് സൂര്യന് വല്ല മങ്ങലും നേരിട്ടുണ്ടോ? ഇല്ല. ചന്ദ്രനോ? ഇല്ല. ചന്ദ്രന് വൃദ്ധിക്ഷയങ്ങളുണ്ട്, അത് ഗ്രഹണം ഉണ്ടായാലും ഇല്ലെങ്കിലും ഉണ്ടാവും. സൂര്യനോ വൃദ്ധിക്ഷയങ്ങളില്ല. ഒരു ദിവസത്തിൽ പകുതിയെ നമുക്ക് കാണുള്ളൂ, പകുതി അപ്പുറത്തെ പകുതിയിലായിരിക്കും, ഒരു കോട്ടവുമില്ല.
പകൽ രാത്രികൾ ഉണ്ടായതുകൊണ്ട് സൂര്യൻ്റെ പ്രഭ നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റുമോ? അതുപോലെ സന്യാസിക്കോ സന്യാസത്തിനോ ഒരു മങ്ങലും ഒരു കാലത്തും ഏൽക്കില്ല. പിന്നെ ഒരു സന്യാസിക്ക് എന്തെങ്കിലും ഒരു ചെറിയ പാളിച്ച വന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും തുള്ളിച്ചാടരുത്. നമ്മുടെ മാധ്യമങ്ങളടക്കം അതിനെ അങ്ങനെ തെറിപ്പിച്ച് റിപ്പോർട്ട് ചെയ്യുന്നവരാ. വാസ്തവത്തിൽ നാണാവണം അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ. ഇപ്പോൾ മന്ത്രിമാരുടെ ഇടയിൽ ഒരു മന്ത്രി എന്തെങ്കിലും തകരാറ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് മന്ത്രിസഭ തന്നെ വേണ്ടാന്ന് വയ്ക്കാൻ പറ്റുമോ? ആ മന്ത്രിക്ക് പകരം വേറൊരു മന്ത്രിയെ കൊണ്ടുവയ്ക്കും. ഒരു സന്യാസിയുടെ സ്ഥാനം കളങ്കിതമായി എന്ന് പറഞ്ഞാൽ കളങ്കമില്ലാത്തൊരു സന്യാസി അവിടെ വന്ന് കയറും. ഇങ്ങനെയൊക്കെയാണല്ലോ ലോകത്തിൽ നടക്കുക. അപ്പോൾ ആശ്രമങ്ങളിൽ വെച്ച് സന്യാസമാണ് എന്ന് പറഞ്ഞു. അതുപോലെ നമുക്ക് പുരുഷാർത്ഥങ്ങൾ 4 എണ്ണമാണ്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമ്മം എന്ന് പറയുന്നത് ജീവിതത്തിൽ എന്ത് ചെയ്യുകയാണെങ്കിലും സംസാരിക്കുകയാണെങ്കിലും ചിന്തിക്കുകയാണെങ്കിലും അത് അന്യന് ഉപദ്രവമില്ലാതെ ഉപകാരപ്രദമായി അവനവന് ഉത്കർഷത്തിന് കാരണമായിട്ടുള്ള തരത്തിലേ ചിന്തിക്കാവൂ. അതിനു വേണ്ട നിയന്ത്രണങ്ങൾ, നിഷ്ഠകൾ, മൂല്യങ്ങൾ, സിദ്ധാന്തങ്ങൾ, ആദർശങ്ങൾ, അച്ചടക്കങ്ങൾ ഇതെല്ലാമാണ് ധർമ്മം എന്ന് പറയുന്ന സംഹിതയിൽപ്പെട്ടത്. ഇതാദ്യമായി പൂർവികർ പറഞ്ഞു മനസ്സിലാക്കിയതനുസരിച്ച് മുതിർന്നവർ പറഞ്ഞു കേട്ട് കാലക്രമത്തിൽ അവനവനും കുറേശ്ശെ ആലോചിച്ച് സമ്പാദിച്ച് അങ്ങനെ ഉൾക്കൊണ്ട് വളരേണ്ടതാണ് ധർമ്മം. ഈ ധർമ്മത്തിന് അനുസരിച്ച് വേണം എന്തും ചെയ്യാൻ. പഠിക്കാനും ഊണ് കഴിക്കാനും ഉറങ്ങാനും എല്ലാറ്റിലും നമുക്ക് ധർമ്മമുണ്ട്. എത്ര ഭക്ഷണം കഴിക്കാം? പൂരയേത് അശനേനാർദ്ധം ദ്വിതീയമുതകേനതു വായോ സഞ്ചരണാർത്ഥായ ചതുർത്ഥം അവശേഷയേത്. നമ്മുടെ ധർമ്മശാസ്ത്രം പറയുന്നതാണ്. പകുതി വയറേ ഊണ് കഴിക്കാവൂ. പിന്നെയുള്ള പകുതി എന്ന് പറഞ്ഞാൽ 4/1 വെള്ളം കുടിച്ചോളൂ. ബാക്കിയുള്ളതൊക്കെ വായുവിന് സഞ്ചരിക്കാൻ വേണ്ടി വിടണമെന്ന. ഇതാണ് നമ്മുടെ ധർമ്മശാസ്ത്രം ഊണിനെ പറ്റി പറയുന്നത്. അങ്ങനെ ഉറങ്ങുകയാണെങ്കിലും സ്വപ്നം കാണുകയാണെങ്കിലും എല്ലാറ്റിനും നമുക്ക് ധർമ്മശാസ്ത്രവും ധർമ്മവിധികളുമുണ്ട്. ആ ധർമ്മത്തിനനുസരിച്ച് എന്ത് വേണം? പ്രയത്നം ചെയ്യണം, കഷ്ടപ്പെടണം, മിണ്ടാതെ ഇരിക്കരുത്. ആലസ്യം വിട്ട് പ്രയത്നിച്ച് അവനവന് വേണ്ട ജീവിത വിഭവങ്ങൾ നേടിയെടുക്കുന്നതിനാണ് അർത്ഥം എന്ന് പറയുന്ന 2ാമത്തെ പുരുഷാർത്ഥം. അങ്ങനെ സമ്പാദിച്ച പണത്തിൽ നിന്നോ അത് ഈട്ടം കൂട്ടിയിടരുത് ആരും. സമ്പാദിച്ച പണം വേണ്ടതുപോലെ ചെലവ് ചെയ്യണം. എന്തിനാ ചെലവ് ചെയ്യുക? അവനവൻ്റെ മനസ്സിൽ ഉത്തമമായ ചില അഭിലാഷങ്ങളൊക്കെ ഉണ്ടാവാം. നമ്മുടെ അഭിലാഷങ്ങൾ എങ്ങനത്തതാവണം? ഉത്കർഷത്തിന് വഴിവെക്കുന്നതാവണം. അന്യനെ ഉപദ്രവിക്കുന്നതാവരുത്. ദുരയും ആർത്തിയും ഒന്നും നമുക്ക് പാടില്ല. ലോഭം. അപ്പം മിതമായിരിക്കുന്ന ഉത്തമം ഉത്കർഷത്തിന് കാരണമായ അഭിലാഷങ്ങൾ ഉണ്ടെങ്കിൽ ആ അഭിലാഷങ്ങൾ നിറവേറ്റാൻ പറ്റിയ തരത്തിൽ അവരവർക്ക്, കുടുംബാംഗങ്ങൾക്ക്, എല്ലാവർക്കും വേണ്ടി ചെലവ് ചെയ്യാം. ധാരാളം ശമ്പളമുള്ളവൻ, വരുമാനമുള്ളവൻ കുറച്ച് ചെലവ് ചെയ്യണത് തെറ്റായിരിക്കും. കുറച്ച് വരുമാനമുള്ളവൻ അധികം ചെലവ് ചെയ്താൽ വീട് വരെ ജപ്തി ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെയുള്ളവരും ഉണ്ട് അവിടെ. അത് കാരണം ആത്മഹത്യ ചെയ്തവർ വരെ കേരളത്തിൽ ധാരാളം പേരാണ്. വരവ് വിട്ട് ചെലവ് ചെയ്യേണ്ടി വരുമ്പോഴാണ് ഈ തകരാറ് വരുന്നത്. അപ്പോൾ അവനവൻ്റെ കയ്യിലുള്ള വിഭവങ്ങൾ കണക്കിലെടുത്ത് നോക്കി അത് ഉപയോഗിച്ച് ആഗ്രഹങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് നമുക്ക് 3ാമത്തത് കാമം എന്ന പുരുഷാർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ധർമ്മം, അർത്ഥം, കാമമായി. ഇതൊക്കെ കഴിഞ്ഞാലോ കുറേ കാലമായി നമ്മൾ ലോകത്തിൽ ജീവിക്കുന്നു. ആ ജീവിതത്തിൽ ഒരു 40, 50, 60 കൊല്ലാവും ഈ ധർമാർത്ഥ കാമങ്ങൾ മുഴുവനും നാം അനുഷ്ഠിച്ചങ്ങോട്ട് കഴിയുമ്പോൾ, സമ്പാദിച്ച് കഴിയുമ്പോൾ. അപ്പോൾ പിന്നെ മനുഷ്യൻ തയ്യാറായി, സന്യാസത്തിന് തയ്യാറായി. അങ്ങനെയാണ് ഈ സന്യാസാശ്രമം വിധിച്ചിരിക്കുന്നത്. ഈ 4 പുരുഷാർത്ഥങ്ങളെ വേണ്ടതുപോലെ പ്രതിപാദിക്കുന്നതാണ് നമ്മുടെ രാമായണം, പ്രത്യേകിച്ചും മഹാഭാരതം. ആ മഹാഭാരതം എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ ഭാരത ഭൂനിവാസികളുടെ പൂർണ്ണമായ ചിന്താഗതിയും പ്രയത്നശൈലിയും ആദർശവും നിഷ്ഠയും മൂല്യവും എല്ലാം അതിൽപ്പെടുന്നു. അതുമാത്രമല്ല, മനുഷ്യജീവിതം നേടിയെടുക്കേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മഹാഭാരതം ഓതിത്തരുന്നുണ്ട്. അതേസമയം ജീവിതം എളുപ്പമല്ല. പല വിധത്തിലുള്ള സംഘർഷങ്ങൾ നമുക്ക് നേരിടാം. ആ സംഘർഷങ്ങൾ പലതരത്തിലാവാം. ഇപ്പോൾ ഒരു രാജ്യത്തിന് അയൽ രാജ്യത്തിൽ നിന്ന് ഭീഷണി വന്നു, ശത്രുക്കളായി എന്നുണ്ടെങ്കിൽ ആ ശത്രുക്കളെ നേരിടുക സ്വാഭാവികമാണ്. അതിന് ആർക്കും വിഷമമുണ്ടാവില്ല. എന്താ? ശത്രുക്കളാണല്ലോ. ശത്രു എന്ന് പറഞ്ഞാൽ അവൻ ദയവർഹിക്കുന്നില്ല. എന്നാൽ ആ ശത്രുപക്ഷത്തിൽ നിൽക്കുന്നവര് സ്വജനങ്ങളായി പോയി എന്നുണ്ടെങ്കിലോ, ആ സ്വജനങ്ങൾക്ക് പുറമെ തനിക്ക് അസ്ത്രശസ്ത്ര വിദ്യ പഠിപ്പിച്ചു തന്ന ഗുരുനാഥൻ, ആ ഗുരുവിനോട് തനിക്ക് ആദരവേ ഉള്ളൂ, ബഹുമാനമേ ഉള്ളൂ. ഗുരുവിന് തന്നോടും വളരെ സ്നേഹവും
ഔദാര്യവുമാണ് ഉള്ളത്. അങ്ങനെ രണ്ടുപേര് തമ്മിൽ പടപൊരുതേണ്ടി വന്നാൽ മനുഷ്യ മനസ്സ് അതിന് സമ്മതിക്കുമോ? സമ്മതിക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ഒരു ഘട്ടം ജീവിതത്തിൽ ഉണ്ടാകാമോ എന്ന് ചോദിച്ചാൽ മഹാഭാരതം പറയണു ഉണ്ടാകും, ഉണ്ടായി എന്ന്. പിന്നെ ഒരു ഭാഗത്താണ് മുത്തശ്ശൻ ഭീഷ്മൻ. ഇവരെല്ലാവരും കൂടി അങ്ങോട്ട് വന്നു നിന്നു. ആ സമയത്താണ് യുദ്ധം ചെയ്യേണ്ട കാര്യം എളുപ്പമല്ല എന്ന് മനസ്സിലായത്. അതാണ് ഈ യുദ്ധസംവാദം. അപ്പൊ ആ സംവാദത്തിൽ അവതരിപ്പിക്കുന്നതായ തത്വമൂല്യ സിദ്ധാന്തങ്ങൾ ഉണ്ടല്ലോ, അത് കൃഷ്ണൻ ആദ്യമായി പറഞ്ഞ് മനസ്സിലാക്കുന്നതല്ല. നമ്മുടെ ഭാരതഭൂമിയിൽ വേദകാലം മുതൽക്ക് തന്നെ കരുപ്പിടിപ്പിച്ച് അതിനുശേഷം പല വിധത്തിലുള്ള പൊടിപ്പും തൊങ്ങലും വെച്ച് അതിനെ അലങ്കരിച്ച് ജീവിതത്തിൽ ഓരോ യുഗവും അങ്ങോട്ട് മാറുന്നതോടുകൂടി മനുഷ്യജീവിതം, മനുഷ്യപ്രകൃതി, സ്വഭാവം, പെരുമാറ്റം എല്ലാം മാറും. അതിനെ എല്ലാറ്റിനെയും ഉൾക്കൊണ്ട് ആ ധർമ്മത്തിന് ഒരു കോട്ടവും കുറവും വരാതെ സമയോചിതമായി അത് ഉയർന്നെഴുന്നേറ്റ് ആർക്ക് എന്തു വേണമെങ്കിലും നിർവഹിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ഉത്തമ സിദ്ധാന്തമായി തീർന്നു.